സൂരികൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ആ സംസ്കൃതിയുടെ ഈടുവയ്പ്പുകൾ പേറുന്ന സംസ്കൃത ഭാഷയുടെ സ്തന്യം നുകർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളുടെ താക്കോൽ സ്ഥാനങ്ങളിലിരുന്ന് മഹത്തായ സേവനം കാഴ്ചവെക്കുവാൻ സാധിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മുടെ ഈ സമ്മേളനത്തിന്റെ രംഗവേദി ഒരുങ്ങിയിരിക്കുന്നത്. സംസ്കൃതം ഓപ്ഷണലായി തിരഞ്ഞെടുത്തുകൊണ്ട് ഭാരതത്തിന്റെ സിവിൽ സർവീസ് സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങളും സ്വാഗതവും അരുളുന്നു. സംസ്കൃത ഭാഷാ പ്രചാരണത്തിനായി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംസ്കൃത ഭാരതിയും സിവിൽ സർവീസ് പരീക്ഷാ പരിശീലന രംഗത്ത് അനവധി വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വിൻവേൾഡ് സിവിൽ സർവീസ് അക്കാദമിയും സംയുക്തമായാണ് ഈ ഒരു സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സതുദ്യമത്തിന്റെ നായകസ്ഥാനം വഹിക്കുന്ന മഹത് വ്യക്തികളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. തിരുവനന്തപുരം ഗവൺമെന്റ് സംസ്കൃത കോളേജ് വൈസ് പ്രിൻസിപ്പലും സംസ്കൃത ഭാരതി വിദ്വത് പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷനുമായ ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി കാലടി വ്യാകരണ വിഭാഗം അധ്യാപകനും സംസ്കൃത ഭാരതിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനുമായ ഡോക്ടർ എം വി നടേശൻ, വിൻവേൾഡ് സിവിൽ സർവീസ് അക്കാദമി ചെയർമാനും കിസാൻ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, തിരുവനന്തപുരം ഗവൺമെന്റ് സംസ്കൃത കോളേജ് വ്യാകരണ വിഭാഗം അധ്യാപകനും സംസ്കൃത ഭാരതിയുടെ വിദ്വത് പരിഷത്ത് പ്രമുഖമായ ഡോക്ടർ പ്രദീപ് വർമ്മ. ഈ മഹത് വ്യക്തികളെ എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ സാമാന്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ആദ്യം തന്നെ പറയുന്നു. ആദ്യത്തെ 45 മിനിറ്റ് വിഷയാവതരണമായിരിക്കും. നേരത്തെ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുള്ള സംശയങ്ങൾക്കെല്ലാം ഉള്ള മറുപടി ഈ വിഷയാവതരണത്തിൽ കൂടിയിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. അതിനുശേഷമുള്ള 45 മിനിറ്റ് ചോദ്യോത്തരവേളയാണ്. ഈ വിഷയാവതരണം ശ്രവിച്ചതിന് ശേഷവും നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ചോദ്യം ചോദിക്കുന്നവർ ഈ സൂമിലുള്ള റൈസ് ഹാൻഡ് ഓപ്ഷൻ ഉപയോഗിച്ച് മുൻഗണന നേടേണ്ടതാണ്. ചാറ്റ് ബോക്സിൽ കൂടിയും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്ത് ഇടാവുന്നതാണ്. ക്ലാസ് പൂർണ്ണമായും ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം മാത്രം ചോദ്യങ്ങൾ ചോദിക്കുക. ഒരേ ചോദ്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ചോദ്യങ്ങൾ ചോദിക്കുക. ഈ പ്രോഗ്രാമിനിടയിൽ ഏതെങ്കിലും കാരണവശാൽ സാങ്കേതിക കാരണങ്ങൾ മൂലമോ മറ്റോ ഈ സൂമിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു പോവുകയും തിരികെ പ്രവേശിക്കുവാൻ സാധിക്കാതെ വരികയും ചെയ്താൽ ആരും വിഷമിക്കേണ്ടതില്ല. സംസ്കൃത ഭാരതിയുടെ യൂട്യൂബ് ചാനൽ വഴി ഇത് ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ പരിപാടി സശ്രദ്ധം വീക്ഷിക്കാവുന്നതാണ്. യൂട്യൂബിലെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് സംശയങ്ങൾ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നിങ്ങൾക്ക് ഇതേ വെബിനാറിൽ കൂടി തന്നെ നൽകുന്നതാണ്. എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. Good evening to one and all. We have gathered here to dream the civil service through Sanskrit. Think for the highest, aim at the highest, and you shall reach the highest. We should be much positive in that. And Sanskrit is not at all a barrier, or in turn, here is your help desk. Winworld Academy, along with the Vidvat Parishad of Samskrita Bharati, will support you in your endeavor. Here are Dr. K. Unnikrishnan, Dr. M. V. Nadeshan, Advocate S. Jayasuriya, Dr. P. K. Pradeep Verma with us to discuss and talk with you in this regard. Now we'll start the webinar with an invocation. I invite Kumari Saraswati to invocate the function. कुन्देन्दु तुषारहार धवला या शुभ्रवस्त्रावृता या वीणावरदण्डमण्डितकरा या श्वेतपद्मासना या ब्रह्माच्युत शङ्कर प्रभृतिभिर्देवै सदा पूजिता सा मां पातु सरस्वती भगवती.
निःशेषजाड्यापः पठामि संस्कृतं नित्यं वदामि संस्कृतं सदा ध्यायामि संस्कृतं सम्यक् वन्दे संस्कृतमातरम् संस्कृतस्य प्रसाराय नैजं सर्वं ददाम्यहम् संस्कृतस्य सदा भक्तो वन्दे संस्कृतमातरम् संस्कृतस्य कृते जीवन् संस्कृतस्य कृते यजन् आत्मानमाहुतं मन्ये वन्दे संस्कृतमातरम् वन्दे संस्कृतमातरम्. നന്ദി സരസ്വതി. ഈ സമ്മേളനത്തിൻ്റെ ആമുഖം നൽകുവാനും സ്വാഗതം പറയുവാനും ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ എം വി നടേശൻ മാഷിനെ ക്ഷണിക്കുന്നു. Now I invite Dr. M. V. Nadeshan for the welcome speech. He is the State Vice President of Samskrita Bharati, Professor of Sanskrit Vyakarana, Department of Vyakarana in SSUS Kaladi. I invite you, sir, to for the welcome speech. സംസ്കൃത ഭാരതി കേരള ഘടകത്തിന്റെ വിദ്വത് പരിഷത്തും വിൻവേൾഡ് ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സിവിൽ സർവീസ് കോച്ചിംഗ് എന്ന ഈ മഹത്തായ പരിപാടി ഇതിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ പാരൻസിനും ടീച്ചേഴ്സിനും ആദ്യമേ തന്നെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ലോകത്തിന്റെ ചരിത്രത്തിൽ, സംസ്കൃത ഭാഷാ പഠനത്തിന്റെ ചരിത്രത്തിൽ സിവിൽ സർവീസിന് കോച്ചിങ് കൊടുക്കുന്ന ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ തുടക്കം കുറിക്കുന്നതിന് സാരഥ്യം വഹിക്കുന്ന സംസ്കൃത ഭാരതി എന്ന പ്രസ്ഥാനം സംസ്കൃതം എന്ന ഭാഷ സംസാരിക്കാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതിലൂടെ ദൈനംദിന കാര്യങ്ങൾ വ്യവഹരിക്കാൻ പറ്റാതിരുന്ന കാലഘട്ടത്തിൽ അത് ജീവിതത്തിൽ അനായാസേന സാധിക്കും എന്ന് കാണിക്കൊടുത്ത ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സംസ്കൃത ഭാഷ പ്രചരണ രംഗത്തും പാഠന രംഗത്തും പുതിയ ചരിത്രം കുറിച്ചിട്ടുള്ള സംസ്കൃത ഭാരതി തന്നെയാണ് ഈ പരിപാടിക്കും നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടു കാണും, സയൻസ് ഇൻ സാൻസ്ക്രിറ്റ് എന്ന് പറഞ്ഞ സംസ്കൃതത്തിലെ ശാസ്ത്രത്തെ കുറിച്ച്, മാത്തമാറ്റിക്സിനെ കുറിച്ച്, സിവിൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച്, മെഡിസിനെ കുറിച്ചൊക്കെയുള്ള ധാരാളം പുസ്തകങ്ങൾ ഇന്ന് ധാരാളം ലഭിക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള ചർച്ചകൾക്കും പഠനങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുള്ളത് ഇന്ത്യയിൽ സംസ്കൃത ഭാരതിയാണ്. ഇതുപോലെ തന്നെയാണ് 25 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലാണ് ആദ്യമായി UGC കോച്ചിങ്, UGCക്ക് കോച്ചിങ് നൽകുന്നത് സംസ്കൃതത്തിന് ഇല്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രതിഷ്ഠാനത്തിന്റെ അല്ലെങ്കിൽ സംസ്കൃത ഭാരതിയുടെ നേതൃത്വത്തിൽ അന്ന് കോച്ചിങ് നൽകി അതിൽ ലഭിച്ച പലരും ഇന്ന് യൂണിവേഴ്സിറ്റിയിലും കോളേജിലും അധ്യാപകന്മാരാണ്, പ്രൊഫസർമാരാണ്. അതിലൊരാൾ ഞാനാണ്. ഇതുപോലെ തന്നെയാണ് കറസ്പോണ്ടൻസ് കോഴ്സ് ഇത്രമേൽ വ്യാപകമാക്കിയ മറ്റൊരു പ്രസ്ഥാനം സംസ്കൃതത്തിന്റെ കാര്യത്തിൽ ലോകത്തിലില്ല. സംസ്കൃതത്തിൽ പുതുരചനകൾ, അത് തെരുവ് നാടകം മുതൽ പാരഡി സോങ് വരെ, ആ തെരുവ് നാടകം എഴുതുകയും സംവിധാനം ചെയ്യുകയും ഇന്ത്യയുടെ തെരുവീഥികളിൽ അവതരിപ്പിക്കുകയും ചെയ്ത് പ്രസ്ഥാനമാണ്. ഇന്ന് സിനിമയും സ്കിറ്റും തുടങ്ങിയ എല്ലാം സംസ്കൃത ഭാഷയിൽ സാധാരണമായിരിക്കുകയാണ്.
ഇതിനെല്ലാം കാരണം സംസ്കൃത ഭാരതിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരാണ്. അവരെ നയിക്കുന്ന പണ്ഡിതന്മാരായിട്ടുള്ള ശ്രേഷ്ഠന്മാരാണ്. ഈ വിദ്വത് പരിഷത്തിന്റെ തന്നെ ഞങ്ങളെല്ലാം നയിക്കുന്ന ഡോക്ടർ ജി ഗംഗാധരൻ നായർ, അദ്ദേഹം രാഷ്ട്രപതിയുടെ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ അറിയപ്പെടുന്ന പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനാണ്. മാത്രമല്ല, സംസ്കൃതം പഠിച്ച ഒരാൾക്ക് IAS കിട്ടാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും വീണ്ടും സംസ്കൃത പഠനത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്ത ഒരു അധ്യാപക ശ്രേഷ്ഠൻ കൂടിയാണ്. അദ്ദേഹമാണ് ഈ പരിപാടിക്ക് സംസ്കൃതത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മളെ നയിക്കുന്നത്. ഇതോടൊപ്പം ഈ പരിപാടിയിൽ പ്രധാനമായും നമ്മളോട് സംവദിക്കുന്ന അഡ്വക്കേറ്റ് ജയസൂര്യൻ, അദ്ദേഹം നേതൃത്വം നൽകുന്ന വിൻ വേൾഡ് ഫൗണ്ടേഷൻ. ഇന്ത്യയിൽ ധാരാളം IAS കോച്ചിങ് സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വേറിട്ട് വളരെ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി ഈ ട്രെയിനിങ് പോലും ഒരു സാമൂഹ്യ സേവനമാണ് എന്ന തികഞ്ഞ ബോധ്യത്തോടുകൂടി ഇടപെടലുകൾ നടത്തുകയും ആ നിലയിൽ ധാരാളം പേരെ സിവിൽ സർവീസ് രംഗത്തേക്ക് ആനയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ സാരഥിയാണ്. അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ ആദ്യമായി ഈ വേദിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, സംസ്കൃത ഭാരതിയുടെ പേരിൽ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം തിരുവനന്തപുരം സംസ്കൃത കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളാണ്. ഈ പരിപാടിയുടെ ചുക്കാൻ പിടിക്കുന്ന ആളാണ്. അതിനൊക്കെ അപ്പുറത്ത് സംസ്കൃതം എന്ന ഭാഷയിലൂടെ ഭാഗവതവും ഭഗവത്ഗീതയും രാമായണവും തുടങ്ങി ഏതും സംസ്കൃതം ഇന്നോളം പഠിക്കാത്ത ഒരാളുടെ മുമ്പിൽ പോലും വളരെ അനായാസമായി അവതരിപ്പിച്ചിട്ടുള്ള, മാധ്യമരംഗത്ത് സംസ്കൃതവുമായി ബന്ധപ്പെട്ട് പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനാണ്. അദ്ദേഹം സംസ്കൃതം ജനഭാഷയാണ് എന്ന് പറയുക മാത്രമല്ല കാണിച്ചു കൊടുക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ കുട്ടിയായിട്ടുള്ള, ഞങ്ങളെല്ലാം വളരെ സ്നേഹപൂർവ്വം ഉണ്ണി എന്ന് വിളിക്കുന്ന കുഞ്ഞുണ്ണി പോലും പണ്ഡിത ഭാഷയായ സംസ്കൃതത്തെ കുഞ്ഞു ഭാഷയായി സംസാരിക്കുന്നത് ഒരു പക്ഷേ പലരിലും അത്ഭുതം ഉണർത്തിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിത് പറയാനുള്ള കാരണം, അസാധ്യമാണെന്ന് വലിയ ആളുകൾ പോലും കരുതിയിരുന്ന പലതും സാധ്യമാണ് എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത പലരുമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും ഡോക്ടർ ഉണ്ണികൃഷ്ണനെയും ഈ വേദിയിലേക്ക് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഇതോടൊപ്പം ഇതിൽ കൃതജ്ഞത പറയുന്നത് ഡോക്ടർ PK പ്രദീപ് വർമ്മ. പരമ്പരാഗത രീതിയിൽ വ്യാകരണ ശാസ്ത്രം പഠിക്കുകയും പണ്ഡിത സദസ്സുകളിൽ തൻ്റെതായ വിജ്ഞാനം അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ പ്രദീപ് വർമ്മ ഇതുപോലെ തന്നെ ഈ പരിപാടിയുടെ സംഘാടകന്മാരിൽ ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ കോമ്പയറിങ്ങിനെ ഒരു രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള ഡോക്ടർ ഹരികൃഷ്ണൻ കാലടി ശങ്കര കോളേജിൽ, ആഗമാനന്ദ സ്വാമി കേരളത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി തുടക്കം കുറിച്ച ശങ്കര കോളേജിലെ വേദാന്ത വിഭാഗത്തിലെ അധ്യാപകനാണ്. അതോടൊപ്പം അധ്യാപകരുടെ സംഘടനയായ ഉവാസ് എന്നിന്റെ എറണാകുളം ജില്ലയുടെ സെക്രട്ടറിയാണ്. ഈ പരിപാടിയുടെ സംഘാടകന്മാരിൽ പ്രമുഖനാണ്. മറ്റൊരു കഥാപാത്രമാണ് നേരത്തെ നിങ്ങളോട് സംസാരിച്ച ഡോക്ടർ ജ്യോത്സന. ജ്യോത്സനയുടെ ജീവിതവും ഇതുപോലെ തന്നെ ബേസിക്കലി സംസ്കൃതം പഠിക്കാതെ കെമിസ്ട്രി ഡിഗ്രി വരെ പഠിക്കുകയും
പിന്നീട് സംസ്കൃത രംഗത്തേക്ക് വരികയും അതിലൂടെ PhD-യും UGC-യും എല്ലാം പാസ്സായി ഇന്ന് തൃപ്പൂണിത്തറ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ പദവിയിൽ ഇരിക്കുകയും ചെയ്തതാണ്. ഇവരെല്ലാവരും സ്വന്തം ജീവിതം കൊണ്ട് അസാധാരണമായ ചിലതെല്ലാം കാണിച്ചവരാണ്. പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സരസ്വതി വന്ദനം നടത്തിയ സരസ്വതി, ആ സരസ്വതിയും സംസ്കൃത ക്ഷേത്രത്തിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ വളരെ മനോഹരമായ രീതിയിൽ സംസ്കൃതത്തിൽ സംസാരിക്കുകയും സംസ്കൃതത്തിൽ മുതിർന്നവർക്ക് കേൾക്കുകയും ചെയ്യുന്ന പ്രതിഭയാണ്. ഇങ്ങനെ ഉള്ളതായ സംസ്കൃത ഭാരതിയുടെ പ്ലാറ്റ്ഫോമിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിൻവേൾഡ് ഫൗണ്ടേഷന്റെ സഹായത്തോടുകൂടിയ ഈ പരിപാടി. അതിന്റെ സമഗ്രമായ ഒരു ചിത്രം നിങ്ങൾക്ക് മുമ്പാകെ ശ്രീ ജയസൂര്യൻജി അവതരിപ്പിക്കുന്നുണ്ടാവും. അടിസ്ഥാനപരമായ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ എല്ലാവരെയും സംസ്കൃത ഭാരതി ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഈ രംഗത്തേക്ക് തനിക്കും ചിലതെല്ലാം ചെയ്യാൻ സാധിക്കുമോ എന്ന ഒരു ആഗ്രഹം, ആ ആറ്റിറ്റ്യൂഡോടുകൂടി മുന്നോട്ട് വന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം വരാൻ പോകുന്ന കാലം സംസ്കൃതത്തിന്റെ കാലമാണ്. ഇന്ന് വരാൻ ഇരിക്കുന്ന ഈ പുതിയ വിദ്യാഭ്യാസ നയം 2022 ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്ന പുതിയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാകുമ്പോഴേക്കും സംസ്കൃതവുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തിലും അക്കാഡമിക് രംഗത്തിലും പുതിയ ഒട്ടേറെ സാധ്യതകൾ വരാൻ പോവുകയാണ്. ഇപ്പോഴുള്ള സാധ്യതകൾ പലപ്പോഴും സംസ്കൃതത്തോട് ബഹുമാനമില്ലാത്ത ബ്യൂറോക്രാറ്റുകൾ ഉള്ളതുകൊണ്ട് ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു ചലഞ്ച് കൂടിയാണ്. നാളത്തെ സംസ്കൃത ഭാഷാ പഠന രംഗത്ത് മാത്രമല്ല, നമ്മുടെ ഭാരതത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സംഭാവന ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ളതായ നിങ്ങൾ ഓരോരുത്തരും ഒരു പുതിയ ചരിത്രത്തിന് വേണ്ടിയിട്ട്, ചരിത്രം എഴുതി ചേർക്കുന്നതിന് വേണ്ടിയിട്ട് വന്നു ചേർന്നിട്ടുള്ളവരാണ്. ആ അർത്ഥത്തിൽ നിങ്ങൾ ഏവരെയും സംസ്കൃത ഭാരതിക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇതില് മറ്റെല്ലാ ആളുകളും, പേരെടുത്ത് പറയേണ്ട നിരവധിയായ ആളുകൾ ഇതിലുണ്ട്. ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ജയസൂര്യൻജിയുടെ പ്രതിപാദനത്തിന് ശേഷം നടക്കുന്ന ചർച്ചയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ ചർച്ചയിൽ പങ്കെടുക്കുകയും ഈ ആഗ്രഹം ഒട്ടും ചോർന്നു പോകാതെ നാം ഒരു പുതിയൊരു ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ജയ്തു സംസ്കൃതം, ജയ്തു ഭാരതം. നന്ദി നടേശൻ സർ. ഈ യോഗത്തിന്റെ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നതിനായി ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഈ വെബിനാറിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ള, നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഒപ്പം ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ജയസൂര്യൻജി, ഡോക്ടർ MP നടേശൻ, ഡോക്ടർ PK പ്രദീപ് വർമ്മ, ഡോക്ടർ ജ്യോത്സ്ന, ഡോക്ടർ ഹരികൃഷ്ണൻ, അവരെ ഒക്കെ പ്രത്യേകം സ്മരിച്ചുകൊണ്ട് അധ്യക്ഷ ഭാഷണത്തിലേക്ക്
കടക്കുന്നു. സംസ്കൃതം എല്ലാവരുടെയും അഭിമാനമാണ്. സംസ്കൃതത്തെക്കുറിച്ച്, ആ സംസ്കൃതത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച്, ആ ശ്രേഷ്ഠ ഭാഷയെക്കുറിച്ച് അഭിമാനിക്കാൻ ധാരാളം പേരുണ്ട്. ഓരോ സംസ്കൃത ആഘോഷവേളയിലും, സംസ്കൃത ദിനാഘോഷവേളയിലും, സംസ്കൃതോത്സവ വേളയിലും ഒക്കെ സംസ്കൃതത്തെ വാനോളം പുകഴ്ത്തുവാൻ ധാരാളം പേരുണ്ട്. പക്ഷേ ആ ഒരു അഭിമാനം കൊണ്ട് മാത്രമായില്ല. നമ്മുടെ സംസ്കൃതിയിൽ ഊന്നിയ ഒരു ഭരണ സംവിധാനം വരണം. സാംസ്കൃതിക ഭാരതത്തിന്റെ പുനരുത്ഥാനത്തിന്, ആ സാംസ്കൃതിക ഭാരതത്തിന്റെ, ആർഷ ഭാരതത്തിന്റെ, ശ്രേഷ്ഠ ഭാരതത്തിന്റെ പുനരുത്ഥാനത്തിന് ഉതകുന്ന ഒരു ഭരണ സംവിധാനം വരണമെങ്കിൽ അതിനോട് കൂറുള്ള, രാഷ്ട്രപ്രതിബദ്ധതയുള്ള ഒരു സമൂഹം, ഒരു ഉദ്യോഗസ്ഥ വൃന്ദം ഈ സമൂഹത്തെ നയിക്കാനായിട്ട് മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യം. അതുകൊണ്ട് തന്നെയാണ് സംസ്കൃത ഭാരതിയുടെ വിദ്വത് പരിഷത്തും വിൻവേൾഡ് സിവിൽ സർവീസ് അക്കാഡമിയും സംയുക്തമായി ഒരു പുതിയ തുടക്കം, ഒരു സമാരംഭം ദക്ഷിണ ഭാരതത്തിൽ ഇദം പ്രഥമമായിട്ട് സിവിൽ സർവീസ് പരീക്ഷയില് സംസ്കൃതം ഓപ്ഷണലായിട്ട് എടുക്കുന്നവർക്ക് ലഭിക്കാവുന്നതിൽ പരമാവധി മാർക്ക് നേടിക്കൊടുക്കാൻ ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് അവർക്ക് ഒരു സംശയവും വരാതെ ആ 500 മാർക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ആത്മവിശ്വാസം നൽകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിശീലന കളരി ആരംഭിക്കണം എന്ന് നിശ്ചയിച്ചു. അപ്പൊ ഇത് IAS മാത്രമല്ല, എല്ലാ മേഖലകളിലും സംസ്കൃത അഭിമാനികളായിട്ടുള്ള ആൾക്കാരുണ്ടാകണം. പക്ഷെ അതിന്റെ ഒരു ആദ്യപടിയായിട്ടാണ് നമ്മൾ ഈ സിവിൽ സർവീസ് രംഗത്ത് നേരത്തെ നടേശൻ മാഷ സൂചിപ്പിച്ചതുപോലെ ഇനി വരാൻ പോകുന്ന, നടപ്പിലാകാൻ പോകുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിലും ഒക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷെ സാധ്യതകൾ ഇപ്പോഴില്ലേ? ഇപ്പോഴും സംസ്കൃതത്തിന്റെ ഒരുപാട് സാധ്യതകൾ തല്ലിക്കെടുത്തുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അതിനോട് പ്രതിബദ്ധതയില്ലാത്ത, കൂറില്ലാത്ത, താല്പര്യമില്ലാത്തവര് അതൊക്കെ ഒരു ഭാഗത്തേക്ക് നീക്കിവെക്കുക. പക്ഷേ നല്ല രാഷ്ട്രപ്രതിബദ്ധതയുള്ള ഒരു സമൂഹം വരികയാണെങ്കിൽ ആ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അത് ഭാരതത്തിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കണം. അത് സംസ്കൃതത്തിലൂടെ, സംസ്കൃത രംഗത്ത്, സംസ്കൃത പ്രചരണ രംഗത്ത് 10-40 വർഷമായിട്ട് സന്നദ്ധ സേവനം അനുഷ്ഠിക്കുന്ന സംസ്കൃത ഭാരതിയും കേരളത്തിലെ വിശ്വസംസ്കൃത പ്രതിഷ്ഠാനവും ഈ ഒരു രംഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങള് ധാരാളം പേര് താല്പര്യത്തോടു കൂടിയിട്ട് സംസ്കൃതം ഓപ്ഷണലായിട്ട് പരിശീലനം നൽകുന്ന ഈ ഒരു സംരംഭത്തിൽ മുന്നോട്ട് വന്നു. ധാരാളം വിദ്യാർത്ഥികള് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല ഒരു പ്രതികരണമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. അതൊരു ശുഭോദർക്കമായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം സംസ്കൃതം ഓപ്ഷൻ എടുത്തുകൊണ്ട് സിവിൽ സർവീസ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ അഭിമാനിക്കാൻ വകയുണ്ട്. കാരണം മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ വേറിട്ട് നിൽക്കുന്നവരാണ്. മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്ന് പറയാൻ കാരണം ഭാരതത്തിന്റെ ഏറ്റവും ആധികാരികങ്ങളായിട്ടുള്ള, മൂല്യവത്തായിട്ടുള്ള ഗ്രന്ഥങ്ങളെ എല്ലാം നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടാണ് ഈ രംഗത്തേക്ക് നിങ്ങൾ യോഗ്യത നേടുന്നത്.
അതുകൊണ്ട് ഭാരതത്തെ യഥാർത്ഥ രൂപത്തിൽ നിങ്ങൾ അറിഞ്ഞിട്ടാണ് യോഗ്യരാകാൻ പോകുന്നത്. അതിനുള്ള എല്ലാ സംവിധാനവും നമ്മൾ ഇവിടെ ഒരുക്കി തരും. നിങ്ങൾക്ക് ഒരിടത്തും സംശയം വരാത്ത രീതിയിൽ നിങ്ങളെ ആ സംസ്കൃതം ഓപ്ഷണൽ പരീക്ഷ എഴുതാൻ പ്രാപ്തരാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വിദ്വത് പരിഷത്തും വിൻവേൾഡ് സിവിൽ സർവീസ് അക്കാഡമിയും സംയുക്തമായിട്ട് എത്രയും പെട്ടെന്ന് കർമ്മരംഗത്തേക്ക് ഇറങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഈ ഒരു യജ്ഞത്തിൽ, കാരണം ഇതൊരു ധനസമ്പാദന യജ്ഞമല്ല, ഇതൊരു ദേശസേവന യജ്ഞമാണ്. ഈ ഒരു ദേശസേവന യജ്ഞത്തില് നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകണം എന്ന അഭ്യർത്ഥനയോട് കൂടിയിട്ട് ഈ ഒരു അധ്യക്ഷ ഭാഷണം ഉപസംഹരിക്കുന്നു. ഇതിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വദതു സംസ്കൃതം, ജയതു സംസ്കൃതം, ജയതു ഭാരത്. നന്ദി ഉണ്ണികൃഷ്ണൻ സാർ. അടുത്തതായി നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്കാണ് നാം കടക്കുന്നത്. സംസ്കൃതം ഓപ്ഷണലായി എടുത്ത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പരിശീലനം നേടുവാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെ പറ്റിയിട്ട് നമ്മളോട് ഇനി സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ. ഇദ്ദേഹത്തിന്റെ ഈ ഒരു സെഷൻ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ ഒരു സെഷനിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവും. എന്നിട്ടും ശേഷിക്കുന്നതായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് തീർക്കുവാനായിട്ട് ഈ സെഷന് ശേഷം സമയമുണ്ടാവും. ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനായിട്ടുള്ള അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ സാറിനെ വിനയത്തോടുകൂടി സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. Now I request Advocate S. Jayasurian to inspire with your wordings. And before that, let me take a few moments to introduce him. He is the chairman of WinWorld Foundation. He has delivered more than 9,000 speeches all over the world. He is the state president of Kisan Morcha, Kerala, former vice chairman of Indian Rubber Board, guest faculty member of Counseling MG University. He is the national trainer of Rashtriya Seva Bharati. He has conducted more than 3,200 training programs. He is an educational and family counselor. He is the host of the Chintaniyam in Janam TV. He is a TV channel panelist and a member of Kerala Management Association. Please join us, sir, with your goal-setting vision. എല്ലാവർക്കും സാദര നമസ്കാരം. ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന സംസ്കൃത ഭാരതിയുടെയും വിദ്വത് പരിഷത്തിന്റെയും ആരാധ്യരായിട്ടുള്ള ഗുരുനാഥന്മാരെ, സംസ്കൃതം ഓപ്ഷണലായി എടുത്തുകൊണ്ട് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനികളെ, ഈ ഒരു വലിയ ഉദ്യമത്തിന് സാക്ഷ്യം വഹിക്കാനും അതിന്റെ കാർമ്മികത്വം വഹിക്കാനും മുന്നോട്ട് വന്ന ഏറ്റവും ആദരണീയരായിട്ടുള്ള മാതാപിതാക്കളെ, സർവോപരി ഈ ഒരു വലിയ ഉദ്യമത്തെ ഒരു ദൗത്യമായി കരുതിക്കൊണ്ട് ഈ രംഗത്ത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് മാർഗദർശനം നൽകുവാൻ തയ്യാറായി വന്ന സിവിൽ സർവീസ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആവാൻ വേണ്ടി കടന്നു വരുന്ന പുതിയ തലമുറയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നാൽ ആദരണീയരായ അധ്യാപകരെ, എനിക്കും എൻ്റെ ജീവിതത്തിൽ വളരെയേറെ അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. കാരണം സംസ്കൃത ഭാഷയുടെ മാതാവായ ഭാരതത്തില് അതിന്റെ ഏറ്റവും ഉന്നതമായ പരീക്ഷ, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പരീക്ഷ, UPSCയുടെ A ഗ്രേഡ് പരീക്ഷ, ആ പരീക്ഷ എഴുതുന്ന സമയത്ത്
ഈ നമ്മുടെ ഭാഷ, നമ്മുടെ എല്ലാ ഭാഷകളുടെയും മാതാവായ സംസ്കൃത ഭാഷ ഓപ്ഷണലായി എടുക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ അത് ഓപ്ഷണലായി എടുത്ത് പരീക്ഷ എഴുതി വിജയിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവരെ പഠിപ്പിക്കാനുള്ള അധ്യാപകർ ഇല്ല എന്നുള്ള ഒരു ദുരവസ്ഥയാണ് സംസ്കൃതത്തിന്റെ മാതാവായ ഭാരതം നാളിതുവരെ നേരിട്ടുകൊണ്ടിരുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആരംഭിച്ച ഇന്ത്യയുടെ സിവിൽ സർവീസ് സ്വാതന്ത്ര്യത്തിന് ശേഷം സർദാർ വല്ലഭായ് പട്ടേൽ അതിനെ റീകൺസ്ട്രക്ട് ചെയ്ത് ഇന്ത്യൻ സിവിൽ സർവീസ് ആക്കി പുതുക്കി ഉയർത്തി പ്രതിഷ്ഠിക്കുമ്പോൾ ഭാരതത്തിന്റെ ആത്മാവിനെ അറിഞ്ഞവർ ഭാരതത്തെ നയിക്കണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് സംസ്കൃതത്തെ ഓപ്ഷണൽ സബ്ജക്റ്റായി എടുത്തത്. പക്ഷെ ഇന്ന് ഈ ഭാരതത്തിൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശീലന കേന്ദ്രങ്ങൾ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം 3000-ൽ അധികമുണ്ട്. 3000-ൽ അധികം. എന്നാൽ ഈ 3000-ലധികം വരുന്ന സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങളിൽ ഒരിടത്തു മാത്രമാണ്, ഇപ്പോൾ ഡൽഹിയിൽ മാത്രമാണ് സംസ്കൃതം ഓപ്ഷണൽ സബ്ജക്റ്റായി പഠിപ്പിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നത്. പലരും പരസ്യം ചെയ്യുന്നുണ്ട്, പക്ഷെ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നത് ഒരിടത്തു മാത്രമാണ്, അത് ഡൽഹിയിലാണ്. ഈ ഒരു അവസ്ഥ പതിറ്റാണ്ടുകളായി തുടരുകയാണ്. എന്നാൽ സംസ്കൃത ഭാഷ അതിന്റെ ചരിത്രത്തിൽ ഒരു വലിയ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും വ്യത്യാസമില്ലാതെ, ഭാരതമെന്നും വിദേശ രാജ്യങ്ങളെന്നും വ്യത്യാസമില്ലാതെ തിരിച്ചു വരികയാണ്. ഭാരതവും ഭാരതത്തിന്റെ ഭാഷയായ സംസ്കൃതവും ലോക ഭാഷകളുടെയൊക്കെ മാതൃസ്ഥാനത്തേക്ക് ഒരിക്കൽ കൂടി ആദരപൂർവം ആനയിക്കപ്പെടുന്ന ഈ അവസരത്തിൽ ഈ ഭാഷയിൽ പഠിച്ച് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് എത്താൻ തയ്യാറാകുന്നവരുടെ എണ്ണം, അവരെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നവരുടെ എണ്ണം അത് വർദ്ധിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് വിൻവേൾഡ് സിവിൽ സർവീസ് അക്കാദമി മുന്നോട്ട് വെക്കുന്നത്. ഈ അവസരത്തിൽ സംസ്കൃത ഭാരതിയും വിദ്വത് പരിഷത്തും അതിന്റെ സാരഥികളും വിൻവേൽ ഫൗണ്ടേഷന്റെ ഈ വലിയ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയുള്ള അകമഴിഞ്ഞ പിന്തുണ നൽകിയതിനുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. ഈ ഭാഷ എന്നുള്ളത് സംസ്കാരത്തിന്റെ ശബ്ദ രൂപമാണ്. എന്തിനാണ് ലോകത്ത് ഇത്രമാത്രം ഭാഷകൾ ഉണ്ടായത് എന്ന ചോദ്യത്തിന്റെ ഉത്തരവും കൂടിയാണ് അത്. ഓരോ ദേശത്തിന് ഓരോ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിനനുസരിച്ച് അവിടെ അവരുടെ ശബ്ദരൂപമായി ഭാഷ ഉദ്ഭവിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ തിയറിയിലേക്ക് പോകാൻ വേണ്ടി അല്ല ഇത് അനുസ്മരിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു നാടിനെ പരാജയപ്പെടുത്തണമെങ്കിലും നാടിനെ വളർത്തണമെങ്കിലും ഭാഷയിലാണ് ആരംഭിക്കേണ്ടത്. ഇത് പാശ്ചാത്യർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർക്ക്. ഭാരതത്തിലേക്ക് പല അക്രമകാരികളും കടന്നു വന്നിട്ടുണ്ട്. ഹൂണന്മാരും ശകന്മാരും ഒക്കെ വന്നു, ചെങ്കിസ് ഖാൻ വന്നു, ധാരാളം മുഗൾ ഭരണാധികാരികൾ അക്രമികളായി ഇവിടെ വന്ന് ഭരണാധികാരികളായി. അറേബ്യക്കാർ വന്നു, ചൈനക്കാർ വന്നു കച്ചവടത്തിന് വേണ്ടി. പക്ഷെ അവർക്കാർക്കും ഭാരതത്തിന്റെ ആധിപത്യം നേടിയെടുക്കാൻ സാധിച്ചില്ല. ശ്രമിക്കാത്തത് കൊണ്ടല്ല, കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെയാണ് ഡച്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും ഒക്കെ ശേഷം ബ്രിട്ടീഷുകാർ വരുന്നത്. അതിനു മുമ്പ് ഫ്രഞ്ചുകാരും വന്നിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാരാണ് ഭാരതത്തെ കീഴടക്കി ഭരിച്ചത്. ഇതെങ്ങനെ സാധിച്ചു എന്ന് സത്യസന്ധമായി പരിശോധിച്ചാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത അതിന്റെ പിന്നിലുണ്ട്. അവർ ഭാരതത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ പുതിയ തലമുറയെ അവരുടെ ഭാഷയിലേക്ക് നയിച്ചപ്പോൾ ഭാരതം അടിമത്തത്തിലേക്കാണ് നടന്നു കയറിയത്. ഓർക്കണം, ഒരു രാജ്യത്തെ അടിമയാക്കാനും ഭാഷയ്ക്ക് കഴിയും. എങ്കിൽ ആ രാജ്യത്തെ ഉടമയാക്കാൻ ഭാഷയ്ക്ക് കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. പക്ഷെ അതിന് ഒരു കൗശലം വേണം. നമ്മുടെ ആപ്തവാക്യമായി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, യോഗ കർമ്മ സുകൗശലം. ആ കൗശലം അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്?
അപ്പോ ഭാഷയും ഭരണവും ഒരേ അക്ഷരത്തിലാണ് തുടങ്ങുന്നത്, യാദൃശ്ചികമല്ല. ഭാഷയും ഭരണവും രണ്ട് വാക്കുകളാണ്, പക്ഷെ ഒരേ അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. കേവലം യാദൃശ്ചികമൊന്നുമല്ല, അത് പഠിക്കുന്നവർക്കറിയാം. അതിൽ ചില സൂചനകൾ ഉണ്ട്. അത് മനസ്സിലാക്കാത്തവരാണ് പുരോഗതി നേടുന്നതെന്നിരിക്കട്ടെ, ആ പുരോഗതി അവർക്ക് ഉപയോഗപ്പെടില്ല. ഒരു ഉദാഹരണം പറയാം. ചൈനയിലെ വെടിമരുന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് ചൈനക്കാരെന്തിനാ അത് ഉപയോഗിച്ചത്? പടക്കം പൊട്ടിക്കാൻ ഉപയോഗിച്ചു, കരിമരുന്ന് കലാപ്രകടനത്തിന് ഉപയോഗിച്ചു. അതേ വെടിമരുന്ന് യൂറോപ്യന്മാരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവര് അത് പടക്കം പൊട്ടിക്കാനല്ല ഉപയോഗിച്ചത്, തോക്കും പീരങ്കികളും പൊട്ടിക്കാനാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് അവർ ലോകം കീഴടക്കി. ഇന്ത്യക്കാരൻ കോമ്പസ് കണ്ടുപിടിച്ചു, വടക്ക് നോക്കി യന്ത്രം കണ്ടുപിടിച്ചു. എന്നിട്ട് ഇന്ത്യക്കാരൻ എന്തിനാ ഉപയോഗിച്ചത്? വീടിന്റെയും ക്ഷേത്രങ്ങളുടെയും ദർശനം നിശ്ചയിക്കാൻ വേണ്ടി ഉപയോഗിച്ചു, വാസ്തുശാസ്ത്ര പ്രകാരം ഉപയോഗിച്ചു. അതേ കോമ്പസ് പാശ്ചാത്യന് കിട്ടിയപ്പോൾ അവൻ അത് ഉപയോഗിച്ചു കപ്പൽ ഓടിച്ചു, ലോകം മുഴുവൻ കീഴടക്കി. സുകൗശലം. അപ്പോ ആ കൗശലം നമ്മളും പ്രയോഗിക്കേണ്ടതുണ്ട്. ഇനി മതങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാവും. രാജഭരണത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞ മതങ്ങളാണ് ലോക ആധിപത്യത്തിലേക്ക് വന്നതും അറിയപ്പെട്ടതും. ഇന്നും നൂറുകണക്കിന് മതങ്ങളുണ്ട് ലോകത്ത്. പക്ഷേ ലോകത്തെ അറിയപ്പെടുന്ന മതങ്ങളൊക്കെ എടുത്തു നോക്കൂ. ആ അറിയപ്പെടുന്ന മതങ്ങളെല്ലാം ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് അധികാരത്തിലിരുന്ന രാജാവിന്റെ മതമായിരുന്നു. അപ്പോൾ രാജഭരണവും മതങ്ങളും സംയോജിച്ചെടുത്താണ് ലോക ആധിപത്യത്തിലേക്ക് വന്നത്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, അധികാരമില്ലാത്ത ഭാഷ പരാധീനം അനുഭവിക്കും, പരാധീനത അനുഭവിക്കും. അപ്പോൾ അധികാരം ഇല്ല എങ്കിൽ ഏതൊരു ഭാഷയും പലർക്ക് അധീനമായി പോകും. അതുകൊണ്ട് ഭരണവും ഭാഷയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള കർമ്മ കൗശലം നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ വയ്ക്കാനുള്ളത്. ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നിരിക്കട്ടെ. ഭാരതത്തിൽ ഈ തിയറി അനുസരിച്ച് ഭാരതത്തിന്റെ ഭരണത്തിലേക്ക് ഓടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഇതര ഭാഷകൾ ഉണ്ട്. ആ ഭാഷകളുടെ പിന്നിൽ അവരുടെ സംസ്കാരമുണ്ട്. ആ സംസ്കാരവും ഭാഷയും ഭാരതത്തിന്റെ ഭരണാധിപത്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ പട്ടാളത്തിനോ അഥവാ പാർലമെന്റിനോ നിയമ സംവിധാനത്തിനോ ഈ ഭാരതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തീർച്ചയായും സംസ്കൃതം അറിയുന്നവർ ഭാരതത്തെ ഭരിക്കണം, അല്ലെങ്കിൽ സംസ്കൃതം അറിയുന്നവർ ഭാരതത്തിന്റെ ഭരണരംഗത്തേക്ക് കടന്നു വരണം. ആ ദൗത്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആ ദൗത്യം നാം ചെയ്തില്ല എങ്കിൽ പൂർവികർ പോരാടി നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ തലമുറയിൽ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്നത് കാണേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ദൗത്യമായി നമുക്ക് ഈ ഒരു ലക്ഷ്യത്തെ തിരിച്ചറിയാം. അതിനുവേണ്ടി എന്തു ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കാനുള്ളത്. ഇന്ത്യൻ സിവിൽ സർവീസ് എന്നുള്ളത് ഓരോ വർഷവും ഏതാണ്ട് 1000-ഓളം പേർക്ക് ഇന്ത്യയെ ഭരിക്കാനുള്ള അവകാശം കൊടുക്കുന്ന ഒരു മേഖലയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഏറ്റവും ഉന്നതമായ പരീക്ഷ, ആ പരീക്ഷയാണ് എ ഗ്രേഡ് എ ഗ്രൂപ്പ് പരീക്ഷ, UPSCയുടെ എ ഗ്രൂപ്പ് എക്സാം. അതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നൈസ്ഡ് ഡിഗ്രി, a recognized degree from any university in any subject with minimum mark, that is the eligibility for the UPSC A group exam, civil service exam. അത്രയും മതി. ഒരു ഡോക്ടർ ആകാൻ വേണ്ടിയുള്ള പരിശീലനത്തിന് വേണ്ടി പോകുമ്പോൾ സ്വകാര്യ പരിശീലന സെന്ററുകളിൽ പോലും അവർ ചോദിക്കും 98% മാർക്കുണ്ടോ, 96% ഉണ്ടോ, 93 ഉള്ളോ, എങ്കിൽ അഡ്മിഷൻ ഇല്ല എന്നാണ് പറയുക. അറിയപ്പെടുന്ന എല്ലാ കോച്ചിങ് സെന്ററുകളും പറയുന്നത് ഡോക്ടർ ആകണമെങ്കിൽ 96, 93 ഇല്ലെങ്കിൽ നോ അഡ്മിഷൻ. ബട്ട് ഹിയർ ഇൻ UPSC there is no barrier of marks.
There is no cut-off marks, only because of the minimum mark. We need only the minimum mark to enter the civil service exam in any subject. അപ്പോ അത്രയും മതി, മിനിമം മാർക്ക് മതി. ആ മിനിമം മാർക്കോട് കൂടി ഒരു ഡിഗ്രി കയ്യിലുള്ള ഏതൊരു കുട്ടിക്കും ഈ പരീക്ഷ എഴുതാം. അതായത് 21 വയസ്സും ഏതെങ്കിലും ഒരു ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് വലിയ തെറ്റിദ്ധാരണയുണ്ട്. ഈ കേരളത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഈ വിശ്വാസത്തെക്കാൾ കൂടുതൽ അന്ധവിശ്വാസമുള്ള ഒരു നാടാണ് ഈ കേരളം. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. അതുകൊണ്ട് പലരും ചോദിക്കും, ഈ IAS പഠിക്കണമെങ്കിൽ ഹിസ്റ്ററി വേണ്ടേ, പൊളിറ്റിക്സ് വേണ്ടേ, ജിയോഗ്രഫി വേണ്ടേ, ഇംഗ്ലീഷ് വേണ്ടേ? ഇതൊന്നും വേണ്ട. IAS പഠിക്കണമെങ്കിൽ, പരീക്ഷ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് അറബി പഠിച്ചാലും സാധിക്കും, സംസ്കൃതം പഠിച്ചാലും സാധിക്കും, ലാറ്റിൻ പഠിച്ചാലും സാധിക്കും. ഇനി അതൊന്നും അല്ല, ഭരതനാട്യം പഠിച്ചാലും ചെണ്ട, മദ്ദളം, തിമില ഇതൊക്കെ പഠിച്ച് ഡിഗ്രി എടുത്താലും സാധിക്കും. ഇനി അതല്ല, കുക്കറി പഠിച്ചാലും സാധിക്കും, പെയിന്റിങ് പഠിച്ചാൽ സാധിക്കും, ഖുറാൻ പാരായണം നടത്തിയാൽ സാധിക്കും. ഏതെങ്കിലും ഒരു ഡിഗ്രി മതി, ഏതെങ്കിലും ഒരു ഡിഗ്രി, എത്രയെങ്കിലും മാർക്ക്. ഡോക്ടർമാർക്ക് സാധിക്കും, ചാർട്ടേഡ് അക്കൗണ്ടൻസിന് സാധിക്കും, എഞ്ചിനീയർമാർക്ക് സാധിക്കും. ഏത് ഡിഗ്രി എന്നുള്ളതല്ല, അംഗീകൃത ഡിഗ്രി, recognized degree from any university in any subject with minimum mark. അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എലിജിബിലിറ്റിയോട് കൂടി 21 വയസ്സുള്ള ഒരു കുട്ടിക്ക് സിവിൽ സർവീസ് എഴുതാൻ ആരംഭിക്കാം. ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 32 വയസ്സ് വരെ എഴുതാം. 6 ചാൻസ് ഉണ്ട്, 6 തവണ എഴുതാം. OBC കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് 35 വയസ്സ് വരെ എഴുതാം, 8 ചാൻസ് ഉണ്ട്. SC or ST കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ 37 വയസ്സ് വരെ എഴുതാം, അൺലിമിറ്റഡ് ചാൻസ് ആണ്, എത്ര തവണ വേണമെങ്കിലും എഴുതാം, 37 വയസ്സ് വരെ എഴുതാം. വിമുക്ത ഭടന്മാർക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഏതാണ്ട് 40 വയസ്സ് വരെ എഴുതാം. അതിന്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞാൽ കുറെ ഉണ്ട്, അത് പിന്നീട് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. മിനിമം ഇത്ര ഓർത്തിരിക്കുക. ജനറൽ ആണെങ്കിൽ 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ എഴുതാം, 6 ചാൻസ് ഉണ്ട്. OBC ആണെങ്കിൽ 21 വയസ്സ് മുതൽ 35 വയസ്സ് വരെ എഴുതാം, 8 ചാൻസ് ഉണ്ട്. SC or ST ആണെങ്കിൽ 21 വയസ്സ് മുതൽ 37 വയസ്സ് വരെ എഴുതാം, അൺലിമിറ്റഡ് ചാൻസ് ഉണ്ട്. എത്ര തവണ എഴുതാൻ കഴിയുമോ അത്രയും തവണ എഴുതാം. അപ്പോൾ ഇതാണ് അതിനുള്ള എലിജിബിലിറ്റി. അത്രേ ഉള്ളൂ. ഇനി ഇതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് അതിന്റെ പരീക്ഷാ സമ്പ്രദായം, അത് ഞാനൊന്ന് ചുരുക്കി പറയാം. ഇതിൽ 3 ഘട്ടങ്ങളായിട്ടുള്ള പരീക്ഷയാണ് നടക്കുക. 3 ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ 3 പരീക്ഷയല്ല, ഒരൊറ്റ പരീക്ഷ 3 ഘട്ടമായി നടത്തുന്നു, അത്രയേ ഉള്ളൂ. അതിൽ ആദ്യം എഴുതേണ്ട പരീക്ഷ പ്രിലിമിനറി എന്ന് പറയും. IAS പഠിക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറയും പ്രിലിംസ് എന്ന് ചുരുക്കി പറയും. പ്രിലിമിനറി പരീക്ഷ 2 പേപ്പറാണ്. ആ 2 പേപ്പർ 200 മാർക്ക് വീതം ആണ് ഉള്ളത്. അതില് ഒരു പേപ്പറിൽ 100 ചോദ്യം വരും, 2 മാർക്ക് വീതം 200 മാർക്ക്. രണ്ടാമത്തെ പേപ്പർ 80 ക്വസ്റ്റ്യൻ ഉണ്ട്, 2.5 മാർക്ക് വീതം, ആകെ 200 മാർക്ക്. ഇതില് കഷ്ടിച്ച് ജയിച്ചാൽ മതി. കാരണം ഇതൊന്ന് ജയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, ഒരു യോഗ്യതാ പരീക്ഷയാണ്. അപ്പോൾ ഈ 2 പേപ്പറും ഒന്ന് ജസ്റ്റ് പാസ്സായാൽ മാത്രം മതി, മാർക്കൊന്നും വേണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ മെയിൻസ് എന്ന് പറയും. മെയിൻ സബ്ജക്ട്സ്, മെയിൻ പേപ്പേഴ്സ് 9 എണ്ണമാണ്. ആ 9 എണ്ണം ഞാനിന്ന് ലളിതമായിട്ട് പരിചയപ്പെടുത്താം. അതിലും 2 കമ്പൽസറി പേപ്പർ ഉണ്ട്, അതും ക്വാളിഫയിങ് പേപ്പേഴ്സ് ആണ്. ക്വാളിഫയിങ് പേപ്പേഴ്സിൽ പേപ്പർ നമ്പർ 1 റീജിയണൽ ലാംഗ്വേജ്. Regional language means any regional language. There are 22 regional language recognized by our constitution. Any one of the regional language you can take. 300 marks. 300 മാർക്കാണ് ഉള്ളത്. ഇനി പേപ്പർ 2 ഇംഗ്ലീഷ്. ഇംഗ്ലീഷില് 300 മാർക്സ് ആണ് വേണ്ടത്. എന്നാൽ ഈ 2 പേപ്പർ, അതായത് റീജിയണൽ ലാംഗ്വേജ് ആൻഡ് ഇംഗ്ലീഷ്, അവിടെ ദിസ് ഇസ് ഓൾസോ ക്വാളിഫയിങ് പേപ്പേഴ്സ്. ക്വാളിഫയിങ് മാർക്സ് മാത്രം മതി, ഹയസ്റ്റ് മാർക്ക് ഒന്നും വേണ്ട, ജസ്റ്റ് പാസ്സായാൽ മതി. ഇനി ബാക്കിയുള്ള 9 പേപ്പേഴ്സ് ആണ്, സോറി 7. ഈ 9-ൽ 2 എണ്ണം കഴിഞ്ഞു. ഇനി 7 പേപ്പേഴ്സ് ആണ് നമ്മളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്.
ഗ്രേഡ് നിശ്ചയിക്കുന്നത്. അതിൽ എല്ലാ പേപ്പറുകൾക്കും 250 250 മാർക്സ് ഈച്ച് ആണ് ഉള്ളത്. അപ്പോൾ അതില് പേപ്പർ നമ്പർ 3 അത് എസ്ഐ ആണ്. അത് ഇംഗ്ലീഷ് എസ്ഐ ആണ്. ഒരു 10th +2 സ്റ്റാൻഡേർഡിലുള്ള ഇംഗ്ലീഷ്, അത്രയും മതി. അല്ലാതെ വലിയ ഒരു PG ഡിഗ്രി ലെവലൊന്നും വേണ്ട. അത് കഴിഞ്ഞാൽ 4ാമത്തെ പേപ്പർ, ഇനിയുള്ളത് ജനറൽ സ്റ്റഡീസിന്റെ പേപ്പേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ജനറൽ സ്റ്റഡീസ് ഫസ്റ്റ് പേപ്പർ, അതിൽ വരുന്നത് ഇന്ത്യൻ ഹെറിറ്റേജ്, കൾച്ചർ, ഹിസ്റ്ററി, ജിയോഗ്രഫി ഓഫ് ദ വേൾഡ് ആൻഡ് സൊസൈറ്റി. ഇതാണ് പേപ്പർ നമ്പർ 4 എന്ന് പറയുന്നത്. 250 മാർക്കാണ്. അടുത്തത് പേപ്പർ നമ്പർ 5 ജനറൽ സ്റ്റഡീസിൽ 2ാമത്തേത് ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പോളിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഇന്റർനാഷണൽ റിലേഷൻസ്. 250 മാർക്കാണ്. അടുത്ത പേപ്പർ ജനറൽ സ്റ്റഡീസ് 3 അല്ലെങ്കിൽ പേപ്പർ 6 ടെക്നോളജി, സെക്യൂരിറ്റി, എക്കണോമിക്കൽ ഡെവലപ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെന്റ്. 250 മാർക്കാണ്. ഇതെല്ലാം 250 മാർക്കാണ്. ഇനി പേപ്പർ 7, അതായത് ജനറൽ സ്റ്റഡീസ് 4th പേപ്പർ, അതിൽ എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. 250 മാർക്കാണ്. ഇനി വരുന്നത് 2 പേപ്പറാണ്. അത് ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. ഈ ഓപ്ഷണൽ സബ്ജക്റ്റ് 48 അതിൽ പരമോ ഓപ്ഷണൽ സബ്ജക്റ്റുകൾ ഉണ്ട്. ഇവിടെയാണ് സംസ്കൃതം ഓപ്ഷണൽ സബ്ജക്റ്റ് ആയി വരുന്നത്. 2 പേപ്പറാണ്, ഓപ്ഷണൽ പേപ്പർ 1 ആൻഡ് ഓപ്ഷണൽ പേപ്പർ 2 ഇൻ സാൻസ്ക്രിറ്റ്. അതായത് 250 മാർക്സ് ഈച്ച്. That means total 500 marks. These 500 marks out of 1750, 1750 മാർക്കില് 500 മാർക്ക് എന്ന് പറഞ്ഞാൽ 28.5% of the total marks. 28.5% of the total marks you can acquire from Sanskrit. 28.5% IAS പരീക്ഷ പാസ്സാക്കേണ്ടതിന്റെ 28.5% മാർക്ക് സംസ്കൃതം പഠിച്ചാൽ ഈ 2 പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അതാണ് സംസ്കൃതത്തിന്റെ പ്രാധാന്യം. ഏതാണ്ട് 1/3 അടുത്ത് വരുന്ന മാർക്ക് IASന് സംസ്കൃതത്തിലെ 2 പേപ്പറുകൾ കൊണ്ട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് പേഴ്സണാലിറ്റി ടെസ്റ്റ്. മലയാളിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയണമെങ്കിൽ IASന്റെ ഇന്റർവ്യൂ എന്ന് പറയും. അതുകൊണ്ടാണ് മലയാളി രക്ഷപ്പെടാത്തത്. IASന് ഇന്റർവ്യൂ ഇല്ല, ഇന്റർവ്യൂ ടെസ്റ്റും ഇല്ല. IASനുള്ളത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ആ പേഴ്സണാലിറ്റി ടെസ്റ്റ് മലയാളി പോയി നോക്കുമ്പോൾ ഇന്റർവ്യൂ പോലെ തോന്നും. അതുകൊണ്ട് അതിനെ ഇന്റർവ്യൂ എന്ന് വിളിക്കും. മിക്ക മലയാളി അവിടെ ചെല്ലുമ്പോൾ തോറ്റുപോകും. അവിടെ 275 മാർക്ക്. ഇത് പറയുമ്പോൾ ഞാൻ ഒരു നടന്ന കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. നേരിട്ട് ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്ന ഒരു അംഗം എന്നോട് പങ്കുവച്ച ഒരു അനുഭവമാണ്. ആ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന അംഗം, IASന്റെ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ ബോർഡിൽ ഉണ്ടായിരുന്ന അംഗം മലയാളിയാണ്. ഒരു സീനിയർ കോളേജ് പ്രൊഫസറാണ്, റിട്ടയർഡാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരിക്കൽ ഞങ്ങൾ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുകയായിരുന്നു. ആന്ധ്രാപ്രദേശിലെ ഒരു ക്ഷേത്ര പൂജാരിയുടെ മകൾ ഇന്റർവ്യൂ ബോർഡിൽ വന്നപ്പോ ഞങ്ങൾ പരിചയപ്പെട്ടു. അങ്ങനെയൊക്കെയാണ് ഇന്റർവ്യൂ. അങ്ങനെ പരിചയപ്പെട്ടപ്പോ ചോദിച്ചു, അച്ഛൻ എന്ത് ചെയ്യുന്നു? ക്ഷേത്രത്തിലെ പൂജാരിയാണ്. അമ്മ എന്ത് ചെയ്യുന്നു? ക്ഷേത്രത്തിലെ മറ്റു ജോലിയാണ്. മോൾ എന്ത് ചെയ്യുന്നു? പഠനം അല്ലാതെ. ഞാൻ വേദം പഠിക്കുന്നു. ഓ, വേദം പഠിക്കുന്നുണ്ട്. എവിടെ പഠിക്കുന്നു? അത് ക്ഷേത്രത്തിൽ തന്നെ അച്ഛൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അച്ഛനാണ് ഗുരു. അതെ. എത്ര വർഷമായി? 3 വർഷമായി. പഠിച്ചു തീർന്നോ? ഇല്ല, പഠിച്ചു തുടങ്ങിയേ ഉള്ളൂ. ശരി. അപ്പൊ വേദം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ആദ്യമായി ചൊല്ലുന്ന ഒരു മന്ത്രമില്ലേ? ആ കുട്ടി പറഞ്ഞു, ഉണ്ട്. ശരി, ആ മന്ത്രം ഒന്ന് ചൊല്ലും. ഈ കുട്ടി ഒരു സെക്കൻഡ് സമയം പോലും ആലോചിക്കാതെ, ചഞ്ചലപ്പെടാതെ ആ മന്ത്രം ചൊല്ലാൻ വേണ്ടിയുള്ള ആസനത്തിൽ ഇരുന്നു. എവിടെ ഇരുന്നു? IASന്റെ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പില്, 3 പേരുടെ മുമ്പില്, കസേരയിൽ.
അതേ ആസനത്തിൽ ഇരുന്നിട്ട് 4 പാദങ്ങളുള്ള ആ മന്ത്രത്തിന്റെ ശ്ലോകത്തിലെ 2 പാദങ്ങൾ ചൊല്ലിയപ്പോ ബോർഡിന്റെ ചെയർമാൻ പറഞ്ഞു, മതി, നിങ്ങൾക്ക് പോകാം. കുട്ടി ഞെട്ടിപ്പോയി, എന്തോ തെറ്റുപറ്റിയിരിക്കുന്നു. ഇന്റർവ്യൂ ബോർഡ് ആ 2 പാദങ്ങൾ കഴിഞ്ഞപ്പോഴേ ഇറങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞു. പുറത്തേക്ക് വന്നപ്പോ കൂട്ടുകാർ ചോദിച്ചു, എന്ത് പറ്റി, ഇന്റർവ്യൂ നടന്നില്ലേ? അപ്പൊ കുട്ടി പറഞ്ഞു, ഇതാണ് സംഭവിച്ചത്, എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഇനി മുറിക്കകത്ത് നടന്ന കാര്യം പറയാം. ഈ ഇന്റർവ്യൂ ബോർഡിലുള്ള അംഗം എന്നോട് പറഞ്ഞു, ചെയർമാൻ വലതുവശത്തേക്ക് തിരിഞ്ഞ് മലയാളിയായിട്ടുള്ള ഈ സീനിയർ പ്രൊഫസറോട് ചോദിച്ചു, സാർ നിങ്ങളാണെങ്കിൽ എത്ര മാർക്ക് കൊടുക്കും? ആ ചോദ്യത്തിന്റെ അപകടം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അല്ല സാറാണെങ്കിൽ എത്ര മാർക്ക് കൊടുക്കും? അപ്പൊ ബോർഡ് ചെയർമാൻ പറഞ്ഞു, മുഴുവൻ മാർക്കും കൊടുക്കും. അപ്പൊ അവര് പറഞ്ഞു, പരമാവധി മാർക്ക് കൊടുക്കും. നല്ല മാർക്കോടുകൂടി ആ കുട്ടി IAS പാസ്സായി. ഇപ്പോൾ ഇന്റർവ്യൂ എന്താന്ന് മനസ്സിലായല്ലോ? പേഴ്സണാലിറ്റി ടെസ്റ്റ്. അതിൽ 3 കാര്യങ്ങളാണ് നോക്കുന്നത്. സബ്ജക്ട് നോളജ് അല്ല, പിന്നെയോ നിങ്ങളുടെ പേഴ്സണൽ വാല്യൂ സിസ്റ്റം, പെട്രിയോട്ടിസം, ദേശസ്നേഹം, മൂല്യബോധം, വ്യക്തിപരമായ മൂല്യബോധം, ഡിസിഷൻ ടേക്കിംഗ് എബിലിറ്റി. അതായത് മന്ത്രം ചൊല്ലു എന്ന് പറഞ്ഞപ്പോൾ ആശങ്കപ്പെടാതെ ശങ്കിക്കാതെ അപ്പോൾ ആ നിമിഷം അത് ആരംഭിച്ചു. അതാണ് ഇത്രയും കഴിവുകൾ പരിശീലിക്കുന്ന പരിശോധിക്കുന്ന ആ പരിശീലന പരിപാടി നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിൽ സർവീസ് അക്കാദമി. 30 വർഷത്തെ പാരമ്പര്യമുള്ള, കഴിഞ്ഞ 13 വർഷമായി ഇന്ത്യയിൽ 50 മുതൽ 60% വരെ സിവിൽ സർവീസ് ഓഫീസർമാരെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂഡൽഹി സങ്കല്പ്. ആ സങ്കല്പിന്റെ മാർഗനിർദ്ദേശ പ്രകാരമാണ് വിൻവേൾഡ് സിവിൽ സർവീസ് അക്കാദമി കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോഴ്സിൽ ചേരുന്ന കുട്ടികൾ പ്രിലിമിനറി പാസ്സായി, മെയിൻ സബ്ജക്റ്റുകൾ പാസ്സായി കഴിഞ്ഞാൽ അവസാനത്തെ പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ പരിശീലനത്തിന് വേണ്ടി അവരെ ഡൽഹി സങ്കല്പിലേക്കാണ് അയക്കുക. 1-2 ആഴ്ചക്കാലം പരിശീലനം ഉണ്ടാകും. അതിനുശേഷം ആ പേഴ്സണാലിറ്റി ടെസ്റ്റ് കഴിഞ്ഞ് അവർക്ക് തിരിച്ചു പോരാം. അതും നമ്മൾ തന്നെയാണ് ഏർപ്പാടാക്കി കൊടുക്കുക. ഈ തരത്തിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കോഴ്സിൽ ചേരുമ്പോൾ കോവിഡിന്റെ കാലഘട്ടമാണ്. ലോകത്തെല്ലായിടത്തും, ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും നമുക്കറിയാം ഓൺലൈൻ പ്രോഗ്രാമാണ് നടക്കുക. അതുകൊണ്ട് ഈ പ്രോഗ്രാമും ഓൺലൈനിലാണ് നടക്കുക. എന്നാൽ കോവിഡ് കഴിയുമ്പോൾ നേരിട്ട് ഈ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിൻവേൽ ഫൗണ്ടേഷന്റെ ആസ്ഥാനമായിട്ടുള്ള കോട്ടയത്ത് ക്ലാസ് റൂംസ് ഉണ്ട്. 1,30,000 ബുക്സ് ഉള്ള വലിയ ലൈബ്രറി സംവിധാനമുണ്ട്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക റഫറൽ ലൈബ്രറി ഉണ്ട്. താമസിച്ച് പഠിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട്. നമ്മുടെ സ്വന്തം ഹോസ്റ്റലല്ല, മറ്റു ഹോസ്റ്റലുകളാണ്, എങ്കിലും താമസ സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി അതല്ല, നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ ജീവിക്കുന്നവരാണ് എങ്കിൽ കോട്ടയത്ത് വന്ന് താമസിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ പ്രോഗ്രാമിൽ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്. വിദേശത്തുള്ളവരുണ്ട്. ഡൽഹി, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടക, തമിഴ്നാട് സ്റ്റേറ്റുകളിലുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഇതിൽ ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. സംസ്കൃതം ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നവർ ആ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഈ പരീക്ഷ, ഓപ്ഷണൽ സബ്ജക്റ്റിലെ പരീക്ഷ, അതില് മറ്റൊരു സൗകര്യം കൂടിയുണ്ട്. എല്ലാ ആൻസറും സംസ്കൃതത്തിൽ തന്നെ എഴുതണം എന്നില്ല. അതില് ഓരോ പേപ്പറിലും ഏതാണ്ട് പകുതിയോളം ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭാഷയിൽ എഴുതാം. ക്വസ്റ്റ്യൻ സംസ്കൃതത്തിലായിരിക്കും, പക്ഷെ ആൻസർ സംസ്കൃതത്തിലായിരിക്കണമെന്നില്ല. 50% ക്വസ്റ്റ്യന്റെ ആൻസർ സംസ്കൃതത്തിലായിരിക്കണമെന്നില്ല. എന്നാൽ ഒരു 30% ക്വസ്റ്റ്യന്റെ ആൻസർ ഷുഡ് ബി റൈറ്റ് ഇൻ സാൻസ്ക്രിറ്റ്. 30% ഓഫ് ദ ക്വസ്റ്റ്യൻസ്, ആൻസർ ഓഫ് ദ 30% ഓഫ് ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി റൈറ്റ് ഇൻ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് മാത്രം സംസ്കൃതത്തിൽ എഴുതാം. പക്ഷെ സംസ്കൃതം നിങ്ങളെ പോലെയുള്ളവർക്ക് എല്ലാ ക്വസ്റ്റ്യനും സംസ്കൃതത്തിൽ ആൻസർ ചെയ്യായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അത്രമാത്രം ഉദാരമായി UPSC സംസ്കൃതം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ സിവിൽ സർവീസിലേക്ക് വരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉദാരമായിരിക്കുകയാണ്. അതായത് അല്പമാത്ര സംസ്കൃതം പഠിച്ചവർക്ക് പോലും സംസ്കൃതം ഓപ്ഷണൽ എടുത്ത് വരണം എന്നുള്ളത് കൊണ്ടാണ് 3-1 50% ഒക്കെ സംസ്കൃതത്തിൽ എഴുതിയാൽ മതി
എന്നുള്ള നിബന്ധന പോലും ലഘുവാക്കിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എക്സാമിനെ സംബന്ധിച്ചും സബ്ജക്റ്റുകളെ സംബന്ധിച്ചും എനിക്ക് നിങ്ങളുടെ മുമ്പാകെ വെക്കാനുള്ളത്. ഈ പരീക്ഷയുടെ കാലം എന്ന് പറയുന്നത് എല്ലാ വർഷവും ജൂൺ മാസത്തിലാണ് തുടങ്ങുക. പക്ഷെ കോവിഡ് പ്രമാണിച്ച് ഈ വർഷം അത് ഒക്ടോബർ മാസം 4-ാം തീയതിയിലേക്ക് മാറി. ജൂണിൽ തുടങ്ങേണ്ടത് ഒക്ടോബർ 4 അതുകൊണ്ട് അടുത്ത വർഷം വരുമ്പോഴും ഏതാണ്ട് ജൂണിൽ തന്നെ തുടങ്ങിയേക്കാം, എങ്കിലും ചിലപ്പോൾ അല്പം കൂടി മുന്നോട്ട് പോയേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ നമുക്ക് പരിശീലനത്തിന് സമയം താമസിക്കാൻ പാടില്ല. അതുകൊണ്ട് പരിശീലനം ഉടനെ ആരംഭിക്കുകയാണ്. സംസ്കൃതത്തിന്റെ ബാച്ച്, അതായത് സംസ്കൃതം ഓപ്ഷണലായി എടുക്കുന്നവർക്ക് സഹിതമുള്ള ബാച്ച്. മറ്റു കുട്ടികളുമുണ്ട്, മറ്റ് ഓപ്ഷണൽ സബ്ജക്ട് എടുക്കുന്ന കുട്ടികളുമുണ്ട്. അപ്പോ സംസ്കൃതം ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ബാച്ച് ആരംഭിക്കുന്നത് നല്ല ഒരു ദിവസമാണ്, വിജയദശമി ദിവസമാണ്. അതായത് ഒക്ടോബർ മാസം 26. ശരിയാണോ ഹരീഷ് സാറേ? ഒക്ടോബർ 26 ആണോ? അതെ. ഓക്കെ. അപ്പൊ ഒക്ടോബർ 26 വിജയദശമിക്ക് നമുക്ക് ഇത് ആരംഭിക്കാൻ എനിക്കും വലിയ സന്തോഷമുണ്ട്. കാരണം ഇത് ഭാരത ചരിത്രത്തിലെ വലിയ ഒരു സംഭവമാണ്, ചെറിയ കാര്യമല്ല. സംസ്കൃതം ഓപ്ഷണൽ സബ്ജക്ട് എടുത്തുകൊണ്ട് IAS പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി ഒരു ബാച്ച് കുട്ടികൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് തയ്യാറാകുന്നു എന്ന് പറയുന്നത് ചരിത്ര സംഭവമാണ്. ഭാരതത്തിന്റെ IAS ചരിത്രത്തിലെ ഒരു മഹാസംഭവം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ മാതാപിതാക്കളുടെയും സപ്പോർട്ട് ഇതിൽ വളരെ വലുതാണ്. ഗുരുക്കന്മാരുടെ സപ്പോർട്ട് അതിലും വലുതാണ്. ഈ രണ്ട് സപ്പോർട്ടിനേക്കാൾ വലുതാണ് ഇത് പഠിക്കാൻ ആരെങ്കിലും വേണ്ടേ. അപ്പൊ കുട്ടികളുടെ സന്നദ്ധത അതും വളരെ വലുതാണ്. അതുകൊണ്ട് ഭാരതത്തെ അറിയുന്നവർ, സംസ്കൃതത്തെ അറിയുന്നവർ, പാരമ്പര്യത്തെ അറിയുന്നവർ, നമ്മുടെ ധർമ്മത്തിൽ അഭിമാനമുള്ളവർ ഭാരതത്തിന്റെ അധികാരികളായി വരാനുള്ള ഒരു നല്ല തീരുമാനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ആധുനിക വിദ്യാഭ്യാസ നയം, ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കാൻ ഉപയോഗിച്ച വിദ്യാഭ്യാസ പദ്ധതിക്ക് പകരം ഭാരതം തലയുയർത്തി നിൽക്കാനുള്ള വിദ്യാഭ്യാസം വരും നാളുകളിൽ ഉണ്ടാകും. സെൻട്രൽ ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷണൽ പോളിസി എല്ലാം തന്നെ മാറിയിരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് അനുകൂലമായ ഈ കാലാവസ്ഥയെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പോയിരുന്നു. അമൃത സിവിൽ സർവീസ് അക്കാദമിയുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോ അവിടുത്തെ ചുമതല വഹിക്കുന്ന സ്വാമി എന്നോട് പറഞ്ഞു, കഴിഞ്ഞ വർഷം കൊല്ലത്തുനിന്ന് ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി വന്ന് ചോദിച്ചു, ഇവിടെ സംസ്കൃത ഓപ്ഷണൽ ഉണ്ടോ? അപ്പൊ നമുക്കുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇല്ല. പിന്നെ എവിടെ ഉള്ളത്? അന്ന് അന്വേഷിച്ചപ്പോൾ ആകെ ഡൽഹിയിൽ ഒരു സെന്റർ മാത്രമേ ഉള്ളൂ. ആ കുട്ടി തിരിച്ചുപോയി, അറിയില്ല. അപ്പൊ ഞങ്ങൾ ആ കുട്ടിയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ സംസ്കൃതം ഓപ്ഷണൽ എടുക്കാൻ വേണ്ടി ഇവിടെ വരാൻ കാര്യം? അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഞാൻ ദക്ഷിണേന്ത്യയിലെ ഒരു മുംബൈ മുതൽ ഇങ്ങോട്ട് എല്ലായിടത്തും അന്വേഷിച്ചു, ഒരിടത്തും സംസ്കൃതം ഓപ്ഷണൽ ഇല്ല. അപ്പൊ ഇത് അമൃതാനന്ദമയി മഠത്തിന്റെ ഒക്കെ ഒരു സ്ഥാപനമല്ലേ, അപ്പോൾ ഇവിടെ ഉണ്ടാവും എന്ന് കരുതി. അപ്പൊ അതുകൊണ്ട് വന്ന് ചോദിച്ചാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെയില്ല. അപ്പൊ ഈ അധ്യാപകൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആഗ്രഹത്തിന്റെ പുറകിൽ? അപ്പൊ ആ കുട്ടി പറഞ്ഞ മറുപടി ഇതാണ്, സംസ്കൃതം ഓപ്ഷണൽ ആയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ IAS ജയിക്കാൻ എളുപ്പമുണ്ടെന്ന് പലരും പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് വന്നതാണ്. എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ വിശ്വസിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നു. അപ്പോൾ മതവ്യത്യാസമില്ലാതെ എല്ലാവരും സംസ്കൃതത്തിലേക്ക് വരികയാണ്. അപ്പോൾ സംസ്കൃതത്തിലേക്ക് ലോകം മുഴുവൻ വരുമ്പോൾ സംസ്കൃതത്തിന്റെ യഥാർത്ഥ അവകാശികൾ പിന്നോട്ട് നിൽക്കരുത്. അതുകൊണ്ട് സംസ്കൃതത്തിന്റെ ആ ഒരു ദിവ്യമായ വീഥിയിലൂടെ ഭാരതത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു വരാൻ പുതിയ തലമുറയ്ക്ക് സാധിക്കുന്നതെല്ലാം ചെയ്യാൻ സംസ്കൃത ഭാരതിയും വിദ്വത് പരിഷത്തും വിൻവേൾഡ് ഫൗണ്ടേഷനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നമുക്ക് മാർഗദർശനം നൽകാൻ ന്യൂഡൽഹി സങ്കല്പ് കഴിഞ്ഞ 30 വർഷമായി ഡൽഹി ആസ്ഥാനമായിക്കൊണ്ട് കഴിഞ്ഞ 13 വർഷമായി ഇന്ത്യയിലെ 50% IAS ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കുന്ന ആ സ്ഥാപനം നമുക്ക് മാർഗദർശകമായി മാതൃസ്ഥാപനമായും ഉണ്ട്. അപ്പോൾ ഈ നല്ല അവസരത്തെ ഉപയോഗപ്പെടുത്താൻ നിങ്ങളെല്ലാവരെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാം എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ കഴിയുന്നത്ര കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നത് ചാറ്റ് ബോക്സിൽ 43 എന്ന് കാണുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ആയിരിക്കാമെന്ന് കരുതുന്നു. അപ്പോ ക്വസ്റ്റ്യൻസ് നേരിട്ട് ചോദിക്കാം.
ചുരുക്കി പറയാവുന്ന കാര്യങ്ങളല്ല ഇവിടെ പറയാം. ഡീറ്റെയിൽ ആയിട്ട് വേണ്ടത് നേരിട്ട് അയച്ചു തരികയും ചെയ്യാം. നിങ്ങളുടെ ചോദ്യങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വളരെ വളരെ നന്ദി സർ. ഇതിൽ പങ്കെടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ളവർ ദയവ് ചെയ്ത് സൂമിലെ റൈസ് യുവർ ഹാൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗപ്പെടുത്തണം. മലയാളത്തിൽ പറഞ്ഞാൽ കൈയൊന്ന് പൊക്കണം, അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സൂമില്. അങ്ങനെ ആ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുന്നവർക്ക് ക്രമം അനുസരിച്ച് അവരെ അൺമ്യൂട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. സാധിക്കാത്തവർക്ക് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലുള്ള ചോദ്യങ്ങൾ എഴുതി ഇടാവുന്നതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതോടൊപ്പം അറിയിക്കുവാനുള്ളത്, ചാറ്റ് ബോക്സിൽ ഒരു ഫീഡ്ബാക്ക് ഫോം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഫോം. അത് ഫില്ല് ചെയ്യാൻ ആരും തന്നെ മറക്കരുത്. കാരണം അതിലാണ് നിങ്ങളുടെ ഒരു റിയാക്ഷൻ എന്താണ്, നിങ്ങൾക്ക് ഈ ഒരു സെഷനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടോ ഇല്ലയോ മറ്റുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞേ തീരൂ. അതുകൊണ്ട് ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യാൻ ആരും തന്നെ മറക്കാൻ പാടില്ല. ദയവ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ഹാൻഡ് റേസ് ചെയ്യുക. അവരെ ക്രമമായിട്ട് അൺമ്യൂട്ട് ചെയ്ത് തരുന്നതാണ്, അവർക്ക് ചോദിക്കാവുന്നതാണ്. Now it's time for interaction. If you have any doubt or queries, you can make it here. Please don't repeat the same question again and again. You can make your points with a few words. See that everybody get a chance to ask the question. Please use the raise hand option in Zoom to ask the questions. Also, you can use the chat box to raise your questions. If no one has anything else to add, then we'll stop this at that moment. And please don't forget to fill the feedback form. Sir, can I ask now? Okay, you can. Sir, ഞാനിപ്പോൾ MA തേർഡ് സെം ആണ്, ഈ ഇയർ കൂടെ ഉണ്ട്. അപ്പൊ ഇപ്പോ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണ് എങ്കിൽ അത് അതിന്റെ ടൈമിംഗ് എങ്ങനെ ആയിരിക്കും എന്നതൊക്കെ, അത് ഇനി ഈ കൊറോണ കാലം കഴിഞ്ഞാൽ തന്നെയും നിലവിലെ MA പഠനത്തിന് ലഭിക്കുമോ എന്നറിയാൻ ആഗ്രഹമുണ്ട്. MA ചെയ്യുന്നവർക്ക് ഇപ്പോൾ നമ്മളൊരു ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് ഈവനിങ് ബാച്ചിലാണ്. ഈവനിങ് ബാച്ച് എന്ന് പറയുന്നത് ഈവനിങ് 6 to 9 ആണ്. 6 to 9 PM 3 hours പ്രോഗ്രാം. അത് PG ഒക്കെ ചെയ്യുന്നവരും അതുപോലെ സർവീസിലുള്ളവരും ജോലി ചെയ്യുന്നവരും ഓപ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ടൈമാണ്. സോ യു ക്യാൻ ജോയിൻ ദ ഈവനിങ് ബാച്ച് ടൈമിംഗ് വിത്ത് 6 to 9. അങ്ങനെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ആവറേജ് സ്റ്റുഡന്റ് UPSC പഠിക്കാൻ എടുക്കുന്ന ടൈം എത്രയാണ്? ഒരു ചോദ്യം വന്നിരിക്കുന്നത്, ഒരു ആവറേജ് സ്റ്റുഡന്റിന് UPSC പഠിക്കാൻ എത്ര സമയം എടുക്കണം? ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ ഡെയിലി ഒരു 8 to 10 hours വേണ്ടി വരും. അതായത് അത്രയും സമയം നമ്മളുടെ ഈ ക്ലാസ് ഉൾപ്പെടെ 3 hours ക്ലാസ് വരും. അതോടൊപ്പം തന്നെ ഒരു 5 to 7 hours ഡെഡിക്കേറ്റ് ചെയ്താൽ സിവിൽ സർവീസ് എഴുതാനുള്ള നമ്മുടെ സിലബസ് ഒക്കെ തന്നെ പഠിക്കാൻ സാധിക്കും. 5ാം ക്ലാസ് മുതൽ IAS പഠിക്കുന്ന എനിക്ക്, ഞാനിപ്പോൾ ഡിഗ്രി സാംസ്ക്രിറ്റ് 3 വർഷമാണ്. IPS എടുക്കാൻ ഇനി വേറെ എന്തൊക്കെ പഠിക്കണം? അടുത്ത ചോദ്യമാണ്, 5ാം ക്ലാസ് മുതൽ IAS പഠിക്കുന്ന കുട്ടിയാണ്, ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്, ഇനി ഞാൻ എന്തൊക്കെ പഠിക്കണം? ഇതില് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ന്യൂസ് പേപ്പർ റീഡിംഗ്, അതുപോലെ റൈറ്റിംഗ് സ്പീഡ് ആൻഡ് റീഡിംഗ് സ്പീഡ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അത് മാത്രമാണ്. കൂടാതെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള പരിശീലനത്തിൽ നിന്ന് ലഭിക്കും. അപ്പൊ ഡിഗ്രി ഫൈനൽ ഇയർ ഉള്ള കുട്ടിക്കും നമ്മുടെ ഈ പ്രോഗ്രാമിൽ ചേരാം. കാരണം നിങ്ങൾ ഡിഗ്രി പാസ്സാവുമ്പോഴേക്കും നമ്മുടെ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് സിവിൽ സർവീസ് എക്സാം എഴുതാനും ഉള്ള യോഗ്യതയാവും.
ഉത്തരേന്ത്യയിലൊക്കെ കുട്ടികൾ അങ്ങനെയാണ് കൂടുതലും ചെയ്യുന്നത്. ഇപ്പൊ ദക്ഷിണേന്ത്യൻ കുട്ടികളും അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ സമയത്ത് തന്നെ ചേരാൻ സാധിക്കും. ജനറൽ സംസ്കൃതത്തിനാണോ ശാസ്ത്രഗത സംസ്കൃതത്തിനാണോ പ്രാധാന്യം? ഏതാണ് ശാസ്ത്രഗത സംസ്കൃതത്തിനാണോ? അടുത്ത ചോദ്യം ഇതാണ്, ജനറൽ സംസ്കൃതത്തിനാണോ ശാസ്ത്രഗത സംസ്കൃതത്തിനാണോ പ്രാധാന്യം? ഇവിടെ ജനറൽ സംസ്കൃതത്തിനാണ് പ്രാധാന്യം. ശാസ്ത്രഗത സംസ്കൃതം നമ്മുടെ സിലബസിൽ അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല, അതിന്റെ ആവശ്യം വരുന്നില്ല. സംസ്കൃതം ഐച്ഛികമായി തിരഞ്ഞെടുക്കണമെങ്കിൽ സംസ്കൃതത്തിൽ തന്നെ ബിരുദം ആവശ്യമുണ്ടോ? രാഹുൽ കൃഷ്ണ. സംസ്കൃതം ഓപ്ഷണൽ ആയിട്ട് എടുക്കണമെങ്കിൽ സംസ്കൃതത്തിൽ തന്നെ ബിരുദം ആവശ്യമുണ്ടോ എന്നാണ് രാഹുൽ കൃഷ്ണ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ബിരുദം ആവശ്യമില്ല. സംസ്കൃതം ഓപ്ഷണൽ ആയിട്ട് എടുക്കുന്നയാള് ഡിഗ്രിക്ക് സംസ്കൃതം പഠിച്ച ആളായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു അതുല്യ ബാബുവിന്റെ ചോദ്യം ഇതാണ്, ഫിസിക്കൽ ആയിട്ടുള്ള ഫിറ്റ്നസ് ആവശ്യമുണ്ടോ? തിരുവനന്തപുരത്തെ ഒരു സബ് കളക്ടർ ഉണ്ട്, കണ്ണ് കാണാൻ വയ്യ, കണ്ണില്ല, കാഴ്ചയില്ല. രാജസ്ഥാനിലെ ജയ്പൂരിലൊരു കളക്ടർ ഉണ്ട്, 2.25 അടി പൊക്കേ ഉള്ളൂ, 3 അടി പൊക്കമില്ല. അപ്പോ ഫിസിക്കൽ ഫിറ്റ്നസ് IPS മാത്രം മതി, IAS വേണ്ട. സംസ്കൃതം മാത്രം പോരല്ലോ സിവിൽ സർവീസ് നേടാൻ, മറ്റുള്ളവയിൽ നല്ല എഫിഷ്യന്റ് ആവണ്ടേ, പിന്നെ എങ്ങനെയാണ് സംസ്കൃതത്തിലൂടെ നേടാമെന്ന് പറയുന്നത്? രജിഷ വിനിൽ ചോദിച്ചിരിക്കുന്നത്, സംസ്കൃതം മാത്രം പഠിച്ചാൽ പോരല്ലോ മറ്റ് സബ്ജക്റ്റുകളിലും പഠിക്കണ്ടേ, പിന്നെ എങ്ങനെയാണ് സംസ്കൃതത്തിലൂടെ IAS നേടാം എന്ന് പറയുന്നത്? ഈ പ്രോഗ്രാം ആദ്യം മുതൽ കേട്ട ആളല്ലെന്ന് തോന്നുന്നു. ഞാൻ ആ ഓരോ പേപ്പറും വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. 9 സബ്ജക്റ്റുകൾ മെയിൻ സബ്ജക്റ്റ് എഴുതേണ്ടതിൽ ഓപ്ഷണൽ പേപ്പറിലെ 2 പേപ്പറുകൾ മാത്രമാണ്, അതായത് 250 + 250 500 മാർക്ക് മാത്രമാണ് സംസ്കൃതം ഓപ്ഷണലിലൂടെ കിട്ടുക. ആകെ വേണ്ടത് 1750 മാർക്കാണ്. അതിൽ 500 മാർക്കാണ് സംസ്കൃതം പഠിച്ചാൽ ലഭിക്കുക. ബാക്കി 1250 മാർക്കും പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ മാർക്കും നമ്മൾ പഠിച്ചു തന്നെ നേടേണ്ടതാണ്. അശ്വതി ചോദിക്കുന്നു, ആഫ്റ്റർ 10th മുതൽ IPS ഉള്ള പഠന രീതി എങ്ങനെയായിരിക്കണം? അശ്വതി ചോദിക്കുന്നു, ആഫ്റ്റർ 10th മുതൽ IPS പഠന രീതി എങ്ങനെയായിരിക്കണം? ഈ IPS IAS എന്ന് എടുത്തു ചോദിക്കുന്നതുകൊണ്ട് ഞാനൊന്ന് ഒരു കാര്യം പറയട്ടെ. IAS, IPS, IFS, IRS, IES എന്നിങ്ങനെ 24 സർവീസുകൾ ഉണ്ട്. ഇതിനെല്ലാം കൂടി ഒറ്റ പരീക്ഷയുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്ക് IAS ലഭിക്കും. അതിന് തൊട്ട് താഴെ മാർക്ക് കിട്ടുന്നവർക്ക് IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ് ലഭിക്കും. അതിലും താഴെ മാർക്ക് കിട്ടുന്നവർക്ക് IPS ലഭിക്കും. അതിലും താഴെ കിട്ടുന്നവർക്ക് IRS, ഇന്ത്യൻ റവന്യൂ സർവീസ്. പിന്നെ താഴേക്ക് വരുമ്പോൾ ബാക്കി സർവീസുകൾ. അപ്പോൾ ഇതില് എല്ലാം കൂടി ഒരൊറ്റ എക്സാമേ ഉള്ളൂ. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് IAS കിട്ടും. എന്നാൽ IAS കിട്ടിയ ഒരാൾക്ക് IAS വേണ്ട എന്ന് തോന്നിയാൽ അതിന് ബാക്കിയുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. എന്നാൽ IAS കിട്ടാത്ത ഒരാൾക്ക് IAS വേണമെങ്കിൽ, ഉദാഹരണത്തിന് IPS കിട്ടി, അല്ലെങ്കിൽ IRS കിട്ടി, അയാൾക്ക് IAS വേണമെങ്കിൽ വീണ്ടും എക്സാം എഴുതണം. ഇതാണ് അതിലൊരു പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുത. അതുകൊണ്ട് IAS IPS എന്നുള്ള പ്രത്യേക ഒരു ചിന്തയെ വേണ്ട. എല്ലാവരും IAS വേണ്ടി എഴുതുക. അപ്പോൾ ഹയസ്റ്റ് മാർക്ക് കിട്ടുന്ന ഒരു 100, 150, 200 വരെ ആൾക്കാർക്ക് ഓരോ വർഷത്തെയും ഒഴിവനുസരിച്ച് IAS കിട്ടും. ബാക്കിയുള്ളവർക്ക് അതല്ലാതെ മറ്റ് സർവീസുകൾ തിരഞ്ഞെടുക്കാം. സർ, ഞാൻ ഈ 2020 ഓഗസ്റ്റിൽ ഡിഗ്രി പൂർത്തിയാക്കിയ വ്യക്തിയാണ്. BA സാൻസ്ക്രിറ്റ് സ്പെഷ്യൽ വ്യാകരണ. എനിക്ക് PG ചെയ്യാൻ ആഗ്രഹമുണ്ട്. PGയോടൊപ്പം സിവിൽ സർവീസ് ചെയ്യുന്നതാണോ അതോ സിവിൽ സർവീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണോ ഉത്തമം? ചോദ്യം ഇതാണ്, ഞാൻ സംസ്കൃതം ഡിഗ്രി പാസ്സായ വ്യക്തിയാണ്, PG ചെയ്യാൻ ആഗ്രഹമുണ്ട്. PGയോടൊപ്പം സംസ്കൃതം ചെയ്യുന്നതാണോ, IAS സിവിൽ സർവീസ് ചെയ്യുന്നതാണോ നല്ലത്, അതോ സിവിൽ സർവീസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും ഏറ്റവും എളുപ്പം സിവിൽ സർവീസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സർ, ഞാൻ BSc കെമിസ്ട്രി ആയിരുന്നു ഡിഗ്രിക്ക്. ഞാൻ 10th വരെ മാത്രം
ആണ് സാൻസ്ക്രിറ്റ് പഠിച്ചിട്ടുള്ളൂ. അപ്പൊ എനിക്ക് സാൻസ്ക്രിറ്റ് എടുത്താൽ പഠിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും, അതോ എനിക്ക് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരുമോ? മാത്രം സംസ്കൃതം പഠിച്ച ഒരു കുട്ടിയുടെ നിലവാരമനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് സംസ്കൃതം ഓപ്ഷണലിൽ വരിക മിക്കവാറും. എങ്കിലും എഫേർട്ട് എടുക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് സംസ്കൃതം നന്നായി എഫേർട്ട് എടുത്ത് തന്നെ പഠിച്ചു വേണം ഈ ഓപ്ഷണൽ സബ്ജക്റ്റിന് എഴുതാൻ. കാരണം ഒരു 10th വരെ മാത്രമാണല്ലോ സംസ്കൃതം പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എഫേർട്ട് തീർച്ചയായിട്ടും വേണ്ടിവരും. എഫേർട്ട് എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നല്ല മേഖലയാണ്. സംസ്കൃത പഠനത്തിന് പേഴ്സണൽ മെന്റർഷിപ്പ് കൊടുക്കുന്നുണ്ടോ നിങ്ങൾ? അടുത്ത ചോദ്യം ഇതാണ്, സംസ്കൃത പഠനത്തിന് പേഴ്സണൽ മെന്ററിംഗ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. സംസ്കൃത പഠനത്തിന് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിലും ഉള്ളവർക്ക് മെന്ററിംഗ് സംവിധാനം കൊടുക്കുന്ന സ്ഥാപനം തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് പേഴ്സണൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ, സപ്പോർട്ട് എന്നിവ തീർച്ചയായും ഉണ്ടായിരിക്കും. നമ്മൾ ധാരാളം കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല. വരുന്ന എല്ലാ കുട്ടികളെയും അഡ്മിറ്റ് ചെയ്യില്ല. സെലക്ടഡ് സ്റ്റുഡൻസിന്റെ ചെറിയൊരു ബാച്ച് ആയിരിക്കും. അതുകൊണ്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ, പേഴ്സണൽ മെന്ററിംഗ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ആ ഒരു കെയർ ഉണ്ട്. ഡിസ്റ്റൻസ് ആയിട്ട് കോഴ്സ് ചെയ്യുന്നവർക്ക്, ഡിഗ്രി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, ഡിസ്റ്റൻസ് ആയി കോഴ്സ് ചെയ്യുന്നവർക്ക് സിവിൽ സർവീസ് എടുക്കാൻ സാധിക്കുമോ? ഡിസ്റ്റൻസ് ആയിട്ട് കോഴ്സ് ഡിഗ്രി ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ള ഡിഗ്രി ഉള്ളവർക്ക് സിവിൽ സർവീസ് എടുക്കാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. ഈ ഡിഗ്രി UGCയുടെ എല്ലാ യഥാർത്ഥ ഡിഗ്രിയോടും തുല്യമാണെങ്കിൽ, ഈക്വലന്റ് ആണെങ്കിൽ സാധിക്കും. അത് ഉറപ്പുവരുത്തിയാൽ മതി. ഇപ്പോൾ അധ്യാപകരായിട്ടുള്ള എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് പഠിക്കാൻ വേണ്ടിയാണോ? പഠിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഇപ്പോൾ അധ്യാപകരായിട്ടുള്ളവർ, ജോലിയിലിരിക്കുന്നവർ എന്നുദ്ദേശിച്ചായിരിക്കണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ജോലിയിലുള്ളവർക്കും തീർച്ചയായിട്ടും IAS എഴുതാം, ഒരു സംശയവും. അവർ ചെയ്യേണ്ടത് നമ്മുടെ ഈവനിങ് ബാച്ചിലായിരിക്കണം ചേരുന്നത്. ബാക്കി സമയം, അതായത് ജോലിയും കഴിഞ്ഞാൽ ബാക്കി സമയം മറ്റൊരു കാര്യത്തിലേക്കും ഡീവിയേറ്റ് ചെയ്ത് പോവാതെ ബാക്കി പൂർണ്ണമായ സമയം ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ധാരാളം പേര് ഓരോ വർഷവും ജോലിയിൽ ഇരുന്നു കൊണ്ട് IAS എടുക്കുന്നുണ്ട്, IPS എടുക്കുന്നുണ്ട്, എല്ലാ സർവീസിലും വരുന്നുണ്ട്. അതുകൊണ്ട് ജോലിയിൽ ഇരുന്നു കൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് കുറെ കൂടി ഫോക്കസ്ഡ് ആവും എന്നുള്ളത് കൊണ്ട് തന്നെ, ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ, സാമ്പത്തിക ഭദ്രതയുള്ളത് കൊണ്ട് കോൺഫിഡൻസ് ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ അത് കുറെ കൂടി എളുപ്പമാണ്, അല്ലാതെ ഒരിക്കലും ബുദ്ധിമുട്ടാവില്ല. ആദർശ് അതുപോലെ തന്നെ കൃഷ്ണശ്രീ രണ്ടുപേരും ചോദിക്കുന്ന ചോദ്യം ഒന്നാണ്, സംസ്കൃതം ഓപ്ഷണലായി എടുത്താൽ ബാക്കിയുള്ള പേപ്പേഴ്സ്, അതായത് മെയിൻസിലെ പേപ്പറുകൾ സംസ്കൃതത്തിൽ എഴുതാൻ സാധിക്കുമോ? അങ്ങനെയെങ്കിൽ ഇന്റർവ്യൂ സംസ്കൃതത്തിലായിരിക്കുമോ? നല്ലൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ആരാ ചോദിച്ചിരിക്കുന്നത്? ആകർഷൻ ചോദിച്ചിട്ടുണ്ട്, കൃഷ്ണശ്രീ ചോദിച്ചു. ആകർഷ്, കൃഷ്ണശ്രീ രണ്ടുപേരും കൂടെ ചോദിച്ചിരിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അതായത് എല്ലാ സബ്ജക്റ്റും സംസ്കൃതത്തിൽ എഴുതാൻ സാധിക്കുമോ? സംസ്കൃതത്തില് ഇന്റർവ്യൂ ചെയ്യുമോ? എല്ലാ വിഷയവും സംസ്കൃതത്തിൽ എഴുതാം. ഇന്റർവ്യൂ സംസ്കൃതത്തിൽ വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഇന്റർവ്യൂ സംസ്കൃതത്തിൽ നടത്തും. അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത ലാംഗ്വേജ് ഏതാണ് എന്ന് ചോദിക്കുന്ന കോളത്തില് സാൻസ്ക്രിറ്റ് എന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ സബ്ജക്റ്റും സംസ്കൃതത്തിൽ തന്നെ എഴുതാം. ഇന്റർവ്യൂ സംസ്കൃതത്തിലായിരിക്കും. യൂട്യൂബിൽ ഒരു കുട്ടി ചോദിച്ചു, ദേവിക യൂട്യൂബിലൂടെ ചോദിച്ചിരിക്കുന്നു, സിവിൽ സർവീസ് എഴുതാനുള്ള ഏജ് ലിമിറ്റ് എന്നോട് പറയാമോ? ദേവിക ചോദിച്ചിരിക്കുന്നു, സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള ഏജ് ലിമിറ്റ് ഒന്നുകൂടി പറയാമോ? ഒന്നുകൂടി പറയാം. 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ ജനറൽ കാറ്റഗറി, 21 വയസ്സ് മുതൽ 35 വയസ്സ് വരെ OBC കാറ്റഗറി, 21 വയസ്സ് മുതൽ 37 വയസ്സ് വരെ SC ST കാറ്റഗറി. ഇങ്ങനെയാണ് അതിന്റെ ഏജ് ലിമിറ്റ്. ആതിര UM യൂട്യൂബിലൂടെ ചോദിച്ചിരിക്കുന്നു, സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്, എപ്പോഴാണ് എഴുതാൻ പറ്റുന്നത്? ഡിഗ്രി സെക്കൻഡ് ഇയർ അല്ലേ? ആതിര അല്ലേ? ആതിര UM. അതെ, ആതിര UM സെക്കൻഡ് ഇയർ ഡിഗ്രി സ്റ്റുഡന്റ് ചോദിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്, എനിക്ക് എപ്പോഴാണ് എഴുതാൻ കഴിയുക? സെക്കൻഡ് ഇയർ കഴിഞ്ഞ് ഫൈനൽ ഇയർ കഴിഞ്ഞ് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് വരണമെന്നില്ല. റിസൾട്ട് വരുന്നതിന് മുമ്പ് പ്രിലിമിനറി എഴുതാം. റിസൾട്ട് വന്നു ജയിച്ചുവെങ്കിൽ മെയിൻ സബ്ജക്റ്റുകളും എഴുതാം. അങ്ങനെയാണ് അതിന്റെ സമയക്രമം.
സ്കൂൾ ലെവലിൽ ഇംഗ്ലീഷ് സംസ്കൃതം പഠിച്ചിട്ടുള്ളവർക്ക് ഇത് എങ്ങനെ ഉപയോഗപ്രദമാക്കാൻ സാധിക്കും? സ്കൂൾ ലെവൽ സംസ്കൃതം പഠിച്ചിട്ടുള്ളവർക്ക് എങ്ങനെ ഉപയോഗപ്രദമാക്കാൻ സാധിക്കും? അതാണ് അടുത്ത ചോദ്യം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 10th ഹയർ സെക്കൻഡറി ലെവൽ സംസ്കൃത പരിജ്ഞാനം മതി സിവിൽ സർവീസിലെ ഓപ്ഷണൽ സംസ്കൃതം പഠിക്കാൻ. അപ്പോ ഹൈസ്കൂൾ വരെ 10th വരെ സംസ്കൃതം പഠിച്ചവർക്ക് വളരെ എളുപ്പമായിരിക്കും. ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നവരുടെ ക്ലാസ് ടൈം എപ്പോഴാണ്? ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നവരുടെ ക്ലാസ് ടൈം എപ്പോഴാണ്? ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഒരു വേറെ സെപ്പറേറ്റ് ബാച്ച് ആണ് ഉള്ളത്. ആ സെപ്പറേറ്റ് ബാച്ച് വീക്ക്ലി 2 days ആണ്, സാറ്റർഡേ ആൻഡ് സൺഡേ ആണ്. അതിന്റെ ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ, റെഗുലർ പ്രോഗ്രാം അല്ല. എന്നാൽ ഇത് ഒരു 3 years പ്രോഗ്രാമാണ്. ഇപ്പൊ ഫസ്റ്റ് ഇയർ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചേരുകയാണെങ്കിൽ സെക്കൻഡ് ഇയറും ഫൈനൽ ഇയറും 3 വർഷക്കാലം അവർക്ക് പഠിക്കാം. ഇനി ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് ചേരുന്നതെങ്കിൽ സെക്കൻഡ് ഇയറും ഫൈനൽ ഇയറും പഠിക്കാം, പിന്നീട് എക്സാം വരുന്നത് വരെയും പഠിക്കാം. അപ്പൊ ആ സമയം കൊണ്ട് റെഗുലർ ബാച്ചിൽ 1 വർഷം അല്ലെങ്കിൽ ഒരു 12-15 മാസം പഠിക്കേണ്ട കാര്യങ്ങൾ ഈ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഫീസ് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. അതായത് റെഗുലർ ബാച്ചില് നിങ്ങൾ കൊടുക്കുന്ന ഫീസിനേക്കാൾ കുറവായിരിക്കും ഈ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് 3 വർഷത്തെ ബാച്ചിന് വേണ്ടി കൊടുക്കേണ്ടി വരിക. പരീക്ഷ എഴുതാനുള്ള ഫീസ് എത്രയായിരിക്കും? പരീക്ഷ എഴുതാനുള്ള ഫീസ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഭയപ്പെടുകയേ വേണ്ട. പരീക്ഷ എഴുതാനാവുമ്പോൾ ചോദിച്ചാൽ മതി. കാരണം അത് ഇപ്പൊ പറഞ്ഞാൽ തെറ്റിപ്പോവും. ആ പരീക്ഷയുടെ സമയത്ത് ചെറിയ ചെറിയ വേരിയേഷൻ ഒക്കെ വന്നെന്ന് വരാം. അതുകൊണ്ടാണ് ഞാൻ അത് കൃത്യമായിട്ട് പറയാത്തത്. കോച്ചിങ് എത്ര നാൾ ഉണ്ടാകും? കോച്ചിങ് എത്ര നാൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മൾ ഈ ഒക്ടോബർ മാസം 26-ാം തീയതി തുടങ്ങിയാൽ അടുത്ത വർഷം 2021 പ്രിലിമിനറി എഴുതുന്നത് എപ്പോഴാണോ അപ്പോൾ തുടങ്ങി അവസാനത്തെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എപ്പോഴാണോ തീരുന്നത് അതുവരെ, അതായത് ഒരു 15 മാസം ശരാശരി ഉണ്ടാവും എന്ന് കരുതാം. ഹലോ സർ, നമസ്കാരം സർ. ഞാൻ ഓൾറെഡി സംസ്കൃതം ഓപ്ഷണൽ എടുത്ത് കോച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിൽ എനിക്ക് എങ്ങും കിട്ടാത്തോട് ഞാൻ ഡൽഹി പോയിട്ടാണ് പഠിച്ചത്. അപ്പോ ഈ പ്രിലിംസ് കഴിഞ്ഞിട്ട് അവിടെ എന്ത് പ്രോഗ്രാം ആയിരിക്കും ഉണ്ടാകുക? അങ്ങനെ ടെസ്റ്റ് സീരീസ് അങ്ങനെ എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ഉണ്ടാവോ? പിന്നെ എനിക്ക് മെന്റർഷിപ്പ് ആൻഡ് ഫീ സ്ട്രക്ചറിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ട്. അതായത് ഡൽഹിയില് സിവിൽ സർവീസ് ആണോ പഠിക്കാൻ പോയത്? അല്ല, സംസ്കൃതം ഓപ്ഷണൽ ആണ് ഞാൻ ഡൽഹി പഠിക്കാൻ പോയത്. ഡിഗ്രി അതായത് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഡൽഹിയിൽ പഠിച്ചു എന്നാണോ പറഞ്ഞത്? അല്ലല്ല, സംസ്കൃതം ഓപ്ഷണൽ സബ്ജക്റ്റ് ആയി എടുത്തിട്ട് അതിന്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡൽഹി പോയത്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നീട് ഇപ്പോ കേരളത്തിലേക്ക് മടങ്ങി വന്ന് ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണോ പറഞ്ഞത്? ഞാൻ കേരളത്തിലാണ് ഇപ്പോ. ഓപ്ഷണലില് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് കേരളത്തിൽ വന്നു. ഇപ്പൊ ഇവിടെ നാട്ടിൽ നിന്ന് പഠിക്കുക. അപ്പൊ എനിക്ക് അങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്യാൻ ഒത്തിരി പാടുണ്ട്. എപ്പോഴും അവിടെ സ്ഥിരമായിട്ട് നിൽക്കാനും പറ്റത്തില്ല. പിന്നെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് കോണ്ടാക്റ്റും എല്ലാം ഇച്ചിരി പ്രശ്നമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ വരുന്ന ഒക്ടോബർ 4-ാം തീയതി എഴുതുന്നുണ്ടോ? ഉണ്ട്, എഴുതുന്നുണ്ട്. ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം നമുക്ക് ഈ നമ്മുടെ സെന്ററിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ എയിം ചെയ്യുന്നത് അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശീലനമാണ്. ഓക്കെ ഓക്കെ സർ. ഓക്കെ ഓക്കെ. താങ്ക് യു. എനിക്കൊരു മോളുണ്ട്. ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് IAS പഠിക്കാൻ സാധിക്കുമോ? കാവ്യ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്. എനിക്കൊരു മോളുണ്ട്, ഞാൻ PG ചെയ്തോണ്ടിരിക്കുകയാണ്, എനിക്ക് സാധിക്കുമോ? ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഡൽഹിയിലെ നമ്മുടെ സങ്കല്പില് എല്ലാ വർഷവും ഒരു 500-600 പേര് അവിടുന്ന് സിവിൽ സർവീസ് ജയിക്കാറുണ്ട്. അവര് ഗുരുപൂജ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് വരും. ഞാൻ കാണാൻ പോവാറുണ്ട്. 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നീണ്ടു നിൽക്കും. അപ്പൊ അവിടെ സ്റ്റേജിൽ വരും ഇവരൊക്കെ കുടുംബാംഗങ്ങൾ സഹിതം. ഞാൻ ഈ 600 പേരില് ഒരു 50-60 പേരെങ്കിലും, ദാറ്റ് മീൻസ് ഒരു 10%, അവര് 1, 2, 3 കുട്ടികളെയും കൊണ്ടാണ് സ്റ്റേജിൽ വരുന്നത്. 3 കുട്ടികളുള്ളവർ വരെ
IAS പാസ്സാകുന്നുണ്ട്. അപ്പോ ഒരു സംശയവും വേണ്ട, നമുക്ക് കുട്ടികളുള്ള കുടുംബിനികൾ ധാരാളം പേര് IAS, IPS, IFS എടുക്കുന്നുണ്ട് എല്ലാ വർഷവും. എന്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഞാനിതൊക്കെ വാച്ച് ചെയ്യുന്നത് കൊണ്ട് ഒരു വർഷം പാസ്സാകുന്നവരില് ഒരു 40-50 പേരെങ്കിലും കുട്ടികൾ ഉള്ളവരാണ്. എല്ലാ വർഷവും അങ്ങനെയാണ്. അപ്പൊ അത് സാധിക്കും. ചാറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വിൻവേൾഡില് അഡ്മിഷൻ കൊടുക്കുന്നതിന്റെ ഒരു മാനദണ്ഡം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചത്. എല്ലാവരെയും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഏത് മാനദണ്ഡത്തിനാണ് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്? നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ട്. ആ റിട്ടൺ ടെസ്റ്റും പിന്നെ ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ഉണ്ട്. ഇത് രണ്ടും പാസ്സാവുന്നവരെയാണ് നമ്മൾ എടുക്കുക. റിട്ടൺ ടെസ്റ്റ് അത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ എഴുതാം, ഓൺലൈനായിട്ട് തന്നെയാണ് ഇന്റർവ്യൂ. ഇത് രണ്ടും പാസ്സാവുന്നവരെയാണ് നമ്മൾ എടുക്കുക. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, ഫീസ് സ്ട്രക്ചർ എന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നരുത്. കാരണം വിഷമം തോന്നരുതെന്ന് പറയാൻ കാരണം അങ്ങനെ വിഷമം തോന്നിയ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ IAS കോച്ചിങ് സെന്ററുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ അന്വേഷിക്കുന്നവർക്ക് അവിശ്വസനീയമായിട്ടുള്ളൊരു ഫീസാണ് നമ്മുടേത്. 67,000, 67,000 രൂപ. ഈ 67,000 എന്ന് പറയുന്നത് പ്രിലിംസ്, മെയിൻസ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇതെല്ലാം ഉൾപ്പെടെയാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ഫീസാണ്. ഇപ്പൊ ചിലർ ചോദിച്ചു, ഒരു കുറഞ്ഞ ഫീസ് ആയതുകൊണ്ട് ഇത് എങ്ങനെയാണ് എന്ന്. അതിന്റെ കാരണം ഇതാണ്, നമ്മുടേതൊരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സ്ഥാപനമല്ല, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് ഈ പ്രോഗ്രാം നടത്തുന്നത് ലാഭത്തിന് വേണ്ടിയല്ല. പ്രോഗ്രാം നടത്താൻ ആവശ്യമായിട്ടുള്ള പണം കിട്ടണം, നല്ല ഫാക്കൽറ്റി, നല്ല സപ്പോർട്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് 67,000. ഒരു കാര്യം കൂടി ഉറപ്പിച്ച് പറയട്ടെ, ഓപ്ഷണൽ സബ്ജക്റ്റിന് ഇതിന് പുറമെ ആണ് ഫീസ്. അതായത് നമ്മൾ എടുക്കുന്ന സംസ്കൃതം ഓപ്ഷണലിന് ഈ 67,000 പ്ലസ് 20,000 ആണ് വരിക. 20,000 എന്ന് പറഞ്ഞാൽ ഓപ്ഷണൽ സബ്ജക്ട് മറ്റേ ഉള്ള സ്ഥാപനങ്ങളിൽ അന്വേഷിക്കുമ്പോൾ അറിയാം, ഒക്കെ തന്നെ വളരെ ഉയർന്ന ഫീസാണ്. പക്ഷെ നമ്മൾ 20,000 മാത്രമാണ് വാങ്ങുക. അപ്പോൾ 67 പ്ലസ് 20, 87,000 ആണ് നമ്മുടെ ഫീസ്. ഇത് സിംഗിൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കുകയാണെങ്കിൽ ഒരു ചെറിയ റിഡക്ഷൻ ഉണ്ട്, 2,000, 2,000 രൂപ കുറവ് ലഭിക്കും. ഇതാണ് ഫീസ് സ്ട്രക്ചർ. പാർവതി രവി ചോദിച്ചിരിക്കുന്നു, സാർ ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കോളേജിലെ കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കാം. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക ബാച്ച് എന്നാണോ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. ഓക്കെ, കൊടുക്കാം, തീർച്ചയായിട്ടും കൊടുക്കാം. ഹലോ 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 സർ. ചോദിച്ചോളൂ. സർ, ഞാൻ ചോദിച്ചത് കോളേജിൽ ഇങ്ങനെ ഇതിനു വേണ്ടിയുള്ള ട്രെയിനിങ് നമുക്ക് നമ്മുടെ കോളേജിൽ സംഘടിപ്പിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത് സർ. സംസ്കൃതം ഓപ്ഷണലാക്കി എടുക്കുന്നതിനുള്ള ട്രെയിനിങ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കോളേജിൽ നിങ്ങളുമായിട്ട് ജോയിൻ ചെയ്തിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും അത് സംഘടിപ്പിക്കാൻ പറ്റുമോ? അതിന് എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ? അതാണ് ചോദിച്ചത് സർ. അതായത് ഒരു 1 ഡേ പ്രോഗ്രാം ആണോ ഉദ്ദേശിക്കുന്നത്? ഒരു 1 ഇയർ കോഴ്സ് ആണോ ഉദ്ദേശിക്കുന്നത്? കോഴ്സായിട്ട് സർ. ഓക്കെ, കോഴ്സ് ആയിട്ടാണ്. ഓക്കെ, കോഴ്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നമുക്കത് ഫാക്കൽറ്റി ടീമുമായിട്ട് ചർച്ച ചെയ്തിട്ട് കൃത്യമായ മറുപടി തരാം. ഓക്കെ സർ. ഓക്കെ. ജിൽന MP ചോദിക്കുന്നു, എക്സാം പാസ്സാകുന്നത് വരെ അവിടെ കോച്ചിങ് ഉണ്ടായിരിക്കുന്നു. ആരാ ചോദിക്കുന്നത്? ജിൽന. ജിൽനയുടെ ചോദ്യം ഇതാണ്, എക്സാം പാസ്സാകുന്നത് വരെ അവിടെ കോച്ചിങ് ഉണ്ടായിരിക്കുമോ? തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഒരു തവണ എക്സാം എഴുതുമ്പോൾ ആ തവണ തന്നെ വിജയിച്ചില്ല എന്നിരിക്കട്ടെ,
ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടികളെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട്, ഞാൻ കഴിഞ്ഞ 3 തവണയും തോറ്റു, 4ാം തവണയാണ് കിട്ടിയത്, അല്ല 2 തവണ തോറ്റു, 3ാം തവണയാണ് കിട്ടിയത്. അപ്പോ ഒരു തവണ കൊണ്ട് എഴുതി കിട്ടുന്നില്ല എങ്കിൽ കിട്ടുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് കോച്ചിങ് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ട്. ഓപ്ഷണൽ സംസ്കൃതത്തിന്റെ സിലബസ് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് ഈ ഒരു സെഷനിൽ പൂർണ്ണമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. ഈ ഓപ്ഷണൽ സംസ്കൃതത്തിന്റെ സിലബസ് ഒന്ന് പറഞ്ഞു തരണമെങ്കിൽ ഒരു മണിക്കൂർ സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാര് അല്ലെങ്കിൽ ജോയിൻ ചെയ്തവർക്ക് ആ സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു ക്ലാസ് ആയിട്ട് തന്നെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്നും ബുദ്ധിമുട്ടേണ്ടതില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ സിലബസ് സംസ്കൃതം ഓപ്ഷണൽ UPSC എന്നടിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ്, ഫുൾ സിലബസ് കിട്ടും. ഓപ്ഷണൽ ഗോവിന്ദ് ചോദിക്കുന്നു, ഓപ്ഷണൽ ലാംഗ്വേജ് മാത്രമാണോ പഠിപ്പിക്കുന്നത് അതോ 9 പേപ്പറിനും ക്ലാസ് ഉണ്ടോ? ഗോവിന്ദ് ചോദിക്കുന്നു, ഓപ്ഷണൽ പേപ്പർ മാത്രം ആണോ, സംസ്കൃതം മാത്രമാണോ പഠിപ്പിക്കുന്നത് അതോ 9 പേപ്പറും പഠിപ്പിക്കുന്നുണ്ടോ? 9 പേപ്പറും പഠിപ്പിക്കുന്നുണ്ട്, ഓപ്ഷണൽ ഉൾപ്പെടെ എല്ലാ പേപ്പറും പഠിപ്പിക്കുന്നുണ്ട്. ഹലോ സർ. ഹലോ. അഡ്മിഷൻ എൻട്രൻസ് എക്സാം ഇടുന്നു പറഞ്ഞിരുന്നല്ലോ. എൻട്രൻസ് എക്സാം എന്തിന്റെ ബേസിസിലാണ് എടുക്കുന്നത്? സിലബസ് അങ്ങനെ പ്രത്യേകം എന്തെങ്കിലുമൊക്കെ നോട്ടഡ് ആണോ? അങ്ങനെ യാതൊരു സിലബസിന്റെയും അടിസ്ഥാനത്തിലല്ല. നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ടോപ്പിക്ക് തരും. ആ ടോപ്പിക്ക് തന്നാൽ വിത്തിൻ 1 hour അതിൽ നിങ്ങളൊരു എസ്സേ ഇംഗ്ലീഷിൽ എഴുതി സമർപ്പിക്കണം. അതാണ് എക്സാം. പക്ഷെ ടോപ്പിക്ക് എക്സാം എഴുതുന്ന സമയത്ത് മാത്രമേ തരൂ. അപ്പോൾ വിത്തിൻ 1 hour ആ ആൻസർ എഴുതി അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മെയിൽ ചെയ്യണം. ജനറൽ ടോപ്പിക് ആയിരിക്കോ? എന്തോ ജനറൽ ടോപ്പിക് ആയിരിക്കോ? ജനറൽ ടോപ്പിക് ആയിരിക്കും. ജനറൽ ടോപ്പിക് ആയിരിക്കും. My daughter is trying final year BCom. How we apply IAS coaching? ആനി ബെന്നി ചോദിക്കുന്നു, എന്റെ മകൾ ഫൈനൽ ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്നു, എങ്ങനെയാണ് കോച്ചിങ്? ഫൈനൽ ഇയർ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് 2021 ജൂണിൽ നടക്കുന്ന പ്രിലിമിനറി എഴുതാൻ വേണ്ടി ഇപ്പോൾ തന്നെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണുന്ന കോണ്ടാക്ട് നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഈ സ്ക്രീനിൽ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി, എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നൽകുന്നതാണ്. പല ആളുകളും തുടർച്ചയായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അവരിപ്പോൾ കോഴ്സ് ഇപ്പോൾ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരും ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു, പലരും PG ചെയ്തുകൊണ്ടിരിക്കുന്നു, ചില ആളുകൾ B.Edന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവർക്കൊക്കെ ഈ കോഴ്സ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ചേരാനുള്ള സംവിധാനം എങ്ങനെയാണ് ഒരുക്കുന്നത്? നമ്മൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈവനിങ് ബാച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ ഉള്ള സമയമായിരിക്കും അവർക്ക് അലോട്ട് ചെയ്യുക. അപ്പോൾ ജോലിയുള്ളവർക്കും ഹയർ സ്റ്റഡീസ് ചെയ്യുന്നവർക്കും ആ 3 മണിക്കൂർ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്താൽ മതിയായിരിക്കും. അതുകൊണ്ട് ജോലിയെ അല്ലെങ്കിൽ ഉപരിപഠനത്തെ ഈ കോഴ്സ് ബാധിക്കുകയില്ല. പിന്നെ മറ്റൊരു പ്രധാന ഗുണം അവർക്ക് ലഭിക്കുന്നത് സ്റ്റഡി ടെക്നിക്സ്, സിവിൽ സർവീസിന് വേണ്ടിയുള്ള സ്റ്റഡി ടെക്നിക്സ് അവർക്ക് ലഭിക്കും എന്നുള്ളത് കൊണ്ട് ആ ടെക്നിക്ക് അവരിപ്പോൾ പഠിക്കുന്ന കോഴ്സിന് വളരെയേറെ സഹായകരമായിരിക്കും. സബ്ജക്റ്റ് എന്നുള്ള നിലയിലായിരിക്കില്ല, സ്റ്റഡി ടെക്നിക്സ് എന്നുള്ള നിലയിൽ. അതായത് റൈറ്റിംഗ് സ്പീഡ്, റീഡിംഗ് സ്പീഡ്, പിന്നെ എസ്സേ റൈറ്റിംഗിന്റെ പ്രത്യേകമായിട്ടുള്ള സങ്കേതങ്ങള്, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, ടൈം മാനേജ്മെന്റ്, മെമ്മറി ടെക്നിക്സ്, ഇതൊക്കെ ഈ കോഴ്സിന്റെ ഭാഗമായി ലഭിക്കുന്നത് കൊണ്ട് അവരിപ്പോൾ പഠിക്കുന്ന കോഴ്സിനും അത് വളരെയേറെ സഹായകരമായിരിക്കും. ഹലോ സാർ. ഹലോ, എന്റെ പേര് രാം പാണ്ഡ്യ എന്നാണ്. ഞാനിപ്പോ കേരളത്തിലായി ഒരു 20 വർഷത്തോളമായി കേരളത്തില്. അപ്പൊ നമ്മൾ റീജിയണൽ ലാംഗ്വേജ് മലയാളം എടുക്കാണ്ട് ഹിന്ദി എടുത്താല് നമ്മൾ കേരളത്തിൽ സർവീസ് ചെയ്യാൻ പറ്റുമോ അതോ നമ്മുടെ സ്റ്റേറ്റിൽ പോയി സർവീസ് ചെയ്യേണ്ടി വരും? അങ്ങനത്തെ ഇതുണ്ടോ? കേഡർ തിരഞ്ഞെടുക്കുമ്പോൾ വ്യത്യാസങ്ങൾ വരും ലാംഗ്വേജ് മാറി കഴിഞ്ഞാൽ? ലാംഗ്വേജും കേഡർ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേഡർ തിരഞ്ഞെടുക്കാം. രാം പാണ്ഡെ ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? ഒറീസയാണോ, UP ആണോ?
ഞാൻ ഉത്തർപ്രദേശാണ് സാർ. UP ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് മലയാളം എടുത്തു എന്ന് കരുതി അല്ലെ സാൻസ്ക്രിറ്റ് എടുത്തു എന്ന് കരുതി കേഡർ ഏത് സ്റ്റേറ്റിൽ വേണേലും എടുക്കാം, ഒരു പ്രശ്നമില്ല. അതെ അതെ. അപ്പൊ ഞാൻ പഠിച്ചത് ബോട്ടണിയും പിന്നെ MA ആണ് സാൻസ്ക്രിറ്റ് പഠിച്ചത്. അപ്പൊ അതിനൊരു പ്രശ്നമില്ലല്ലോ, മീൻസ് നമ്മൾ ഡിഗ്രി വേറെ PG വേറെ ആവുമ്പോ? ഒരു പ്രശ്നമില്ല, യാതൊരു പ്രശ്നമില്ല. നെറ്റ് പ്രശ്നം കാരണം ഇടയിൽ എനിക്ക് എക്സിറ്റ് ആവേണ്ടി വന്നു. അത് കാരണം ഞാൻ കുറെ സംശയങ്ങൾ കേട്ടില്ല ഉത്തരങ്ങൾ, അത് കാരണം വീണ്ടും ചോദിച്ചത് സാർ. ഓ സാരമില്ല സാരമില്ല. അതായത് ഡിഗ്രി ഒരു സബ്ജക്ട്, PG മറ്റൊരു സബ്ജക്ട്, അങ്ങനെ വന്നു എന്ന് കരുതി ഒരു പ്രശ്നമില്ല. എനി സബ്ജക്ട് എന്നുള്ളതേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല. അതുല്യ ചോദിച്ചിരിക്കുന്നു, +2 കഴിഞ്ഞവർക്ക് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഡിഗ്രി പഠിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ 3 വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ഉണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. ആ പ്രോഗ്രാമിന് റെഗുലർ ബാച്ചിന്റെ ഒപ്പം ഫീസ് ഉണ്ടായിരിക്കില്ല, ചെറിയ ഫീസ് ആയിരിക്കും. അപ്പോൾ ഈ 3 വർഷക്കാലം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പരിശീലനം ഡിഗ്രി പാസ്സാകുമ്പോൾ തന്നെ സിവിൽ സർവീസ് എക്സാം എഴുതാൻ നിങ്ങളെ യോഗ്യരാക്കും. ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈവനിംഗ് ബാച്ചിന് സെയിം ഫീസ് സ്ട്രക്ചർ തന്നെയാണ്. ഈവനിംഗ് ബാച്ചിനും മോർണിംഗ് ബാച്ചിനും സെയിം ഫീസ് സ്ട്രക്ചർ ആണോ? സെയിം ഫീസ് സ്ട്രക്ചർ തന്നെയാണ്. സെയിം ഫാക്കൽറ്റി മെമ്പേഴ്സ് തന്നെയാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഡോക്ടർ യമുന 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള പരിശീലനം നൽകുന്നുണ്ടോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, OBCക്ക് 35 വയസ്സിന് മേൽ ഏജ് റിലാക്സേഷൻ ഉണ്ടോ? OBCക്ക് ഇപ്പോൾ 35 വയസ്സിന് മേൽ ഏജ് റിലാക്സേഷൻ ഇല്ല. പക്ഷേ ഓരോ വർഷവും നിയമങ്ങൾ മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് എങ്ങനെ വരും എന്നൊന്നും പറയാനും പറ്റില്ല. അതുകൊണ്ട് നമുക്കത് ഇപ്പോൾ ഉള്ള നിയമം അനുസരിച്ച് 35 എന്ന് കണക്കാക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 8ാം ക്ലാസ് മുതലുള്ള കോച്ചിങ് ഉണ്ടോ? നമ്മുടെ സ്ഥാപനം തന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കോച്ചിങ് നടത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ സ്കൂൾ ലെവൽ പ്രോഗ്രാം ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ ഏതാണ്ട് എല്ലാ സ്കൂളുകളിലും എല്ലാ ഏജൻസികളും സ്കൂൾ മാനേജ്മെന്റ് തന്നെ സ്വന്തമായിട്ട് സിവിൽ സർവീസ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്, ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സ്കൂൾ പ്രോഗ്രാം ചെയ്യാത്തത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഓൺലൈനില് ഹൈസ്കൂൾ ലെവൽ എന്നൊരു പ്രോഗ്രാം ഉണ്ട്, വീക്ക്ലി 1 ഡേ. സ്കൂളുകളിൽ പോയിട്ടുള്ള പ്രോഗ്രാം ഇപ്പോൾ ഇല്ല. ഓൺലൈൻ പ്രോഗ്രാം ഉണ്ട്, വീക്ക്ലി 1 ഡേ ആണ്. അത് വീക്ക്ലി വൺസ് ഉണ്ട്, സൺഡേസിൽ. ഈ നമ്പറിൽ ചോദിച്ചാൽ മതി, കൂടുതൽ ഡീറ്റെയിൽസ് തരാം. ഫീസ് ഇൻസ്റ്റാൾമെന്റ് ആയി അടയ്ക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫീസിന് ഇൻസ്റ്റാൾമെന്റ് വേണ്ടവർക്ക് ഇൻസ്റ്റാൾമെന്റിനുള്ള സൗകര്യമുണ്ട്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ജോയിനിങ് ടൈമില് 40,000 40,000 മാത്രം അടച്ചാൽ മതി. അതിനുശേഷം 2 മാസം കഴിയുമ്പോൾ ബാക്കിയുള്ള 27,000 അടച്ചാൽ മതി. ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ ഫീസ് അതിനുശേഷം അടച്ചാൽ മതി. അപ്പൊ 3 തവണയായിട്ട് അടച്ചാൽ മതി. അത്രയും ഇളവുകൾ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനിയും ധാരാളം ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെ സമയം വൈകുന്നേരം 6:30 എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നൽകാൻ സാധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ചോദ്യങ്ങളും സംശയങ്ങളും ഉള്ളവർ ദയവ് ചെയ്ത് അവർ അംഗങ്ങളായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുക. ആ ഗ്രൂപ്പ് വഴിയായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഈ ചാറ്റ് ബോക്സിലും അതുപോലെ ഗ്രൂപ്പിലുമായിട്ട് ഫീഡ്ബാക്ക് ഫോം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് എല്ലാവരും ആ ഫീഡ്ബാക്ക് ഫോം പൂരിപ്പിക്കണം. അത് ഒരു പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ഈ ഒരു പ്രോഗ്രാമിന്റെ അവസാന ഘട്ടത്തിലേക്ക് നാം കടക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ പ്രദീപ് വർമ്മ സാറിനെ ക്ഷണിക്കുന്നു. You go on inquiring on your goal, and now I think we'll wrap this up. I invite Dr. P.K. Pradeep Verma to conclude and extend the vote of thanks. He is the Assistant Professor of Sanskrit Vyakarana in Government Sanskrit College, Thiruvananthapuram, and the Vidwat Parishad Pramukh of Samskrita Bharati.
I request him to conclude by extending the vote of thanks. പ്രദീപ് മാഷ് അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. അൺമ്യൂട്ട് ചെയ്യൂ. നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം സർവേഭ്യോ നമോ നമഃ. സംസ്കൃത ഭാരതി വിദ്വത് പരിഷത്ത് വിൻവേൾഡ് സിവിൽ സർവീസ് അക്കാദമിയുമായി ചേർന്നുകൊണ്ട് നടത്തിയ ഈ വെബിനാറിലൂടെ IAS, IFS, IPS പരീക്ഷകൾക്ക് സംസ്കൃതം ഓപ്ഷണൽ എടുക്കുന്നതിൻ്റെ പ്രാധാന്യവും പ്രത്യേകതകളും എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഈ രംഗത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താങ്ങും തണലുമാകാൻ സംസ്കൃത ഭാരതി വിദ്വത് പരിഷത്ത് എന്നും കൂടെയുണ്ടാകും എന്ന് ഉറപ്പു തരുന്നു. മാത്രമല്ല, ഇനിയും ഇതേക്കുറിച്ച് സംശയങ്ങൾ ഉള്ളവർ വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിക്കണമെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, IASുമായി അല്ലെങ്കിൽ ഈ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട സംശയങ്ങളുള്ളവർ അവിടെ ജയസൂര്യ സാറിൻ്റെ പിന്നിൽ കാണുന്ന നമ്പർ 70 25 30 44 40 ജയകുമാർ സാറിൻ്റെ നമ്പറാണ്. അതിൽ ചോദിക്കുക. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടത് സിലബസ് നോക്കിയിട്ട് അതിൽ സംശയമുള്ളവർ 2 നമ്പർ തരാം. ഒന്ന് 94 47 38 03 73 ഡോക്ടർ MV നടേശൻ. അതുപോലെ 94 47 44 99 48 ഡോക്ടർ K ഉണ്ണികൃഷ്ണൻ. ഈ 2 പേരെയും സംസ്കൃത സിലബസ് നോക്കി സംശയമുള്ളവർക്ക് സമീപിക്കാം. ഒന്നും കൂടി 2 പേരുടെ നമ്പർ പറയാം. 94 47 38 03 73 ഡോക്ടർ MV നടേശൻ. 94 47 44 99 48 ഡോക്ടർ K ഉണ്ണികൃഷ്ണൻ. അതാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത്. കൂടാതെ എല്ലാവരും ഫീഡ്ബാക്ക് ഫോറം പൂരിപ്പിച്ച് നൽകാൻ പ്രാർത്ഥിക്കുന്നു. ഈ വെബിനാറിൽ അധ്യക്ഷപദം വഹിച്ച തിരുവനന്തപുരം സംസ്കൃത കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K ഉണ്ണികൃഷ്ണൻ സാറിന് വിൻവേൾഡ് ഫൗണ്ടേഷന്റെയും വിദ്വത് പരിഷത്തിന്റെയും നന്ദി അറിയിക്കുന്നു. മാത്രമല്ല, വിഷയപ്രസ്താവന നടത്തിയ വിൻവേൾഡ് ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് S ജയസൂര്യ സാറിന് അഗൈതവമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ സ്വാഗത ഭാഷണം നടത്തിയ ഡോക്ടർ MV നടേശൻ, അവതരണം നടത്തിയ ജ്യോത്സ്നാജി, ഹരികൃഷ്ണ ശർമ്മ തുടങ്ങി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കാര്യകർത്താക്കൾക്കും, അതുപോലെ വെബിനാറിൽ പങ്കെടുത്ത് അവരവരുടെ സംശയങ്ങൾ തീർക്കാനായി സംവാദം നടത്തിയ എല്ലാ വിദ്യാ കുതുകികൾക്കും സംസ്കൃത ഭാരതി വിദ്വത് പരിഷത്തിന്റെ നന്ദി അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത് സംസ്കൃതം ഓപ്ഷൻ സബ്ജക്റ്റായി എടുക്കാൻ ആഗ്രഹിക്കുന്നവര് ആ ഫീഡ്ബാക്ക് ഫോറത്തിൽ ചോദ്യം ഉണ്ടാവും. അത് പൂരിപ്പിച്ച് അയച്ചാൽ നമുക്ക് പിന്നീട് അതിലെ തുടർ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും എന്നറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി സർ. ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് കേൾക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അവിടെ ചോദിക്കാൻ സംശയങ്ങൾ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് അതിൽ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മറുപടിയും അവിടെ തന്നെ ലഭിക്കുന്നതാണ്. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുവാൻ സാധിക്കട്ടെ എന്നും വിജയകരമായി ഈ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഒരു ശാന്തി മന്ത്രത്തോടു കൂടിയിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ
അവസാനിപ്പിക്കാം, സമർപ്പിക്കാം. Thank you once again for enthusiastically participating in this program and making this venture a grand success. Thank you. Thank you once again. Om Sahana Bhavatu Sahanau Bhunaktu Sahaviryam Karavavahai Tejasvinavadhitamastu ma vidvishavahai. Om Shanti Shanti Shanti. നന്ദി.